ഡെവോപ്സ് മലയാളം ബിഗിനർ സീരീസ് 2.0ൻ്റെ സെക്കൻഡ് ചെക്ക് പോയിന്റിലെ സെക്കൻഡ് സെഷനിലാണ് നമ്മൾ. ലാസ്റ്റ് സെഷനിൽ നമ്മൾ കണ്ടെയ്നറൈസേഷനും ബേസിക്സ് പ്ലസ് ഹാൻഡ്സ് ഓൺ നമ്മൾ കവർ ചെയ്തു. അതോടുകൂടെ കുബർനെറ്റീസിക്കുള്ള ജസ്റ്റ് ഒരു ഓപ്പണിങ്ങും നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്ന് കുബർനെറ്റീസ് 101 ആണ്. ആൻഡ് യു ക്യാൻ സീ റിസോഴ്സ് പേഴ്സൺസ് ഓൺ ദ സ്ക്രീൻ. ഇറ്റ്സ് ഓപ്പൺ ബാബു. എബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ he is a co-founder of DevOps Malayalam, and he has been my personal mentor and a mentor to a lot of people. He was Kerala's first CNCF and CDF ambassador, like both CNCF and CDF ambassador, and recently he has become AWS community builder too. അതോടൊപ്പം തന്നെ 6+ years ആയിട്ട് പ്രൊഡക്ഷൻ ലെവൽ കുബർനെറ്റീസിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഹി ഹാസ് ടേക്കൺ എ ലോട്ട് ഓഫ് സെഷൻസ്, mentored a lot of people, and he works as a platform engineer at Stack Genie. He also heads the operations there. With proud and pride, I welcome Ebin. Hi, Ebin. Thank you. Thank you. വളരെ മികച്ച ഇൻട്രൊഡക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എബിന്റെ സൗണ്ട് കുറച്ച് ലോ ആണ്. ഇപ്പൊ ഓക്കെ. ശരി, ഓക്കെ. അതിനെ പറ്റി അത്യാവശ്യം പറഞ്ഞ ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് നേരെ സെക്ഷനിലേക്ക് പോവാം. നമ്മളിന്ന് മെയിനായിട്ട് കവർ ചെയ്യുന്നത് കുബർനെറ്റീസ് 101 ആണ്. നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ട് എന്താണ് കണ്ടെയ്നറൈസേഷൻ, എന്തുകൊണ്ടാണ് കണ്ടെയ്നറൈസേഷൻ വന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, അതായത് കുബർനെറ്റീസ് എന്തുകൊണ്ട് വേണം എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കുബർനെറ്റീസിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചോദിക്കുന്നത്, നമ്മൾ ഇന്നത്തെ സെഷനിൽ മെയിനായിട്ട് കവർ ചെയ്യുന്നത് എന്തുകൊണ്ട് കുബർനെറ്റീസ്, എന്താണ് കുബർനെറ്റീസിൻ്റെ ഒരു ആർക്കിടെക്ചർ വരുന്നത്, അതേപോലെ കുബർനെറ്റീസിലെ വർക്ക് ലോഡുകൾ, കമ്പോണൻസ്, പോഡ് എന്താണ്, ഡിപ്ലോയ്മെന്റ് എന്താണ് ഒരു സർവീസ്, എന്താണ് ഒരു ഇൻഗ്രസ്, അതേപോലെ ഒരു ആപ്ലിക്കേഷനിൽ എങ്ങനെ നമ്മൾ എൻവയോൺമെന്റ് വേരിയബിൾസും സീക്രറ്റ്സും ഒക്കെ ഹാൻഡിൽ ചെയ്യും, നെയിം സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ജസ്റ്റ് സ്ക്രീൻ ഹാങ് ആയിട്ടുണ്ടോ? ഇല്ല, ഓക്കെ. അതേപോലെ വർക്ക് ലോഡ് ടൈപ്പ്, ക്യൂബ്സീറ്റിൽ കമാൻഡ്സ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് കുബർനെറ്റീസ്? നമ്മൾ കുബർനെറ്റീസ് കണ്ടെയ്നറുകളെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞു, കണ്ടെയ്നർ ഒരു പ്രോസസ്സാണ്. നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. ഈ കണ്ടെയ്നർ പ്രോസസ്സുകൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ടെർമിനേറ്റ് ആയി പോകും, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ക്രാഷ് ആവാം. അപ്പോൾ അത് ആര് റീസ്റ്റാർട്ട് ചെയ്യും? നമ്മൾ മാനുവലി ഒരു ജസ്റ്റ് ഡോക്കറൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. വൺസ് ആ കണ്ടെയ്നർ ക്രാഷ് ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ മാനുവലി പോയിട്ട് റീസ്റ്റാർട്ട് ചെയ്യണം, റീക്രിയേറ്റ് ചെയ്യണം. അതേസമയം ഇതൊക്കെ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കുന്ന ഒരു എൻവയോൺമെന്റ് ആയതുകൊണ്ട് നമ്മൾ പ്രൊഡക്ഷനിൽ ഇപ്പോൾ രാത്രി 2 മണിക്ക് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ സംഭവ ആപ്ലിക്കേഷന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമ്മൾ കയറി നോക്കേണ്ട കാര്യമില്ല, എന്ത് സംഭവിച്ചോളും. ഈ പറയുന്ന കുബർനെറ്റീസ് എന്ന് പറയുന്ന ഇത് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട, കുബർനെറ്റീസ് ഒരു ഓർക്കസ്ട്രേറ്റർ ആണ്. കുബർനെറ്റീസ് ഒരിക്കലും ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അതേപോലെ അതിനെ കണ്ടെയ്നറിന്റെ ലൈഫ് സൈക്കിൾ മാനേജ് ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം മാത്രമേ അതിൻ്റെ ഉള്ളൂ, കുബർനെറ്റീസിൻ്റെ ഉള്ളൂ. അതേപോലെ വേറൊരു യൂസ് കേസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ട്രാഫിക് ഇൻക്രീസ് ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു കണ്ടെയ്നർ ഒരു 10 ട്രാഫിക് എടുക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു 100 ട്രാഫിക് വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ റിസോഴ്സ് അല്ലെങ്കിൽ സെർവേഴ്സ് എന്ത് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം. അതും സെയിം ബിഹേവിയർ ആയിട്ടുള്ള സെർവേഴ്സ് വേണം സ്കെയിൽ അപ്പ് ആവാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് 2 ടൈപ്പ് വേർഷൻ, നമ്മളിപ്പോൾ ഓൾറെഡി ഒരു വേർഷൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമുക്ക് പുതിയൊരു വേർഷൻ കൂടി റിലീസ് ചെയ്യണം. അത് വിത്തൗട്ട് 0 ഡൗൺ ടൈമിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതേപോലെ എന്തൊക്കെ എവിടെയൊക്കെയാണ് ഓടുന്നത്, ഇതിനെല്ലാത്തിനും കൂടിയുള്ള ഒരു സൊല്യൂഷനാണ് കുബർനെറ്റീസ് തരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം വരാൻ, കുബർനെറ്റീസ് മാത്രമാണോ സൊല്യൂഷൻ ഉള്ളത്? അല്ല, കുബർനെറ്റീസ് മാത്രമല്ല നമുക്ക് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരുപാട് ഓർക്കസ്ട്രേഷൻ ടൂൾസുകളുണ്ട്.
അതിൽ പോപ്പുലർ ആയിട്ടുള്ളത് വേറൊന്ന് പറയുന്നത് ഡോക്കർ സ്വാം ആണ്. എത്ര പേര് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഡോക്കർ സ്വാം ഒരു പോപ്പുലർ ടൂളായിരുന്നു കണ്ടെയ്നർ ഓർക്കസ്ട്രേഷന്. അതേപോലെ VMwareന്റെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് അവൈലബിൾ. മെഷോയ്സ്, ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ്. പക്ഷേ അതിൽ ക്യൂബർനെറ്റീസ് എന്തുകൊണ്ട് വേറിട്ട് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യൂബർനെറ്റീസ് ഒരു ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റ് ആണ്. അത് ബാക്ക് ചെയ്യുന്നത് CNCF എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആക്ച്വലി ക്യൂബർനെറ്റീസിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ, ക്യൂബർനെറ്റീസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഗൂഗിളാണ്. ഗൂഗിൾ അവരുടെ ഇന്റേണൽ പ്ലാറ്റ്ഫോം സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ക്യൂബർനെറ്റീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവരുടെ ഇൻഹൗസ് ആയിട്ട്. അതിനുശേഷം അതൊരു മെച്യൂരിറ്റി സ്റ്റേറ്റിൽ എത്തിയെന്ന് അവർക്ക് തോന്നിയപ്പോൾ അതിൽ കൂടുതലായിട്ട് അവർ ഡെവലപ്പ് ചെയ്തതിനെക്കാട്ടി നല്ലൊരു കമ്മ്യൂണിറ്റി ഹാൻഡിൽ ചെയ്യുന്നതാണ് നല്ലതെന്നുള്ളൊരു തിങ്ക് വന്നപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തു. ആ കമ്മ്യൂണിറ്റിയാണ് CNCF, ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ് ഫൗണ്ടേഷൻ. ഈ കമ്മ്യൂണിറ്റിയിൽ ആദ്യത്തെ പ്രൊജക്റ്റാണ് ബേസിക്കലി ക്യൂബർനെറ്റീസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഒരുപാട് പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടാവും. ആ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഒരു റീജിയണൽ അംബാസിഡറാണ് ഞാൻ ആക്കിയത്. എൻ്റെ മെയിൻ ജോബ് റോൾസ് എന്ന് പറയുന്നത് ഇതേപോലെ കമ്മ്യൂണിറ്റി റിലേറ്റ്, അതായത് പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ ഇൻസൈറ്റ്സുകൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമ്മ്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെ ഒരു ഹെൽപ്പിംഗ് മിഡിൽ മാനായിട്ട് ആക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു CNCF അംബാസിഡറുടെ ഇതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ക്യൂബർനെറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ ക്യൂബർനെറ്റീസ് ഒരു ഓപ്പൺ സോഴ്സ് വേർഷനാണ്. അതിന് വൈഡ്ലി ഒരു അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ടാണ് നമ്മളിപ്പോഴും ക്യൂബർനെറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മിക്ക ജോലികളുടെയും ഒരു ഹാർഡ് റിക്വയർമെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ക്യൂബർനെറ്റീസ്. പക്ഷേ എല്ലാ പ്രോബ്ലങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ക്യൂബർനെറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമ്മുടെ പ്രോബ്ലത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ടൂളുകൾ ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഒരു മൈക്രോ സർവീസ് ആർക്കിടെക്ചർ ഇതിലായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോ സർവീസ് ആർക്കിടെക്ചർ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടെയ്നറൈസേഷൻ ആണ്. അപ്പോൾ ആ കണ്ടെയ്നറൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർക്കസ്ട്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ക്യൂബർനെറ്റീസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്, ക്യൂബർനെറ്റീസിലേക്ക് വരുന്നത്. ഇനി നമ്മൾ ക്യൂബർനെറ്റീസിൻ്റെ ഒരു ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് കൺട്രോൾ പ്ലെയിനും, മറ്റൊന്ന് പറയുന്നത് നമ്മുടെ വർക്കർ നോഡുകളുമാണ്. അപ്പോൾ കൺട്രോൾ പ്ലെയിനും വർക്കർ നോഡും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺട്രോൾ പ്ലെയിനും നമുക്കൊരു ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ മെയിനായിട്ട് എന്താ പറയുക, ഓപ്പറേഷൻ റിലേറ്റഡ്, അല്ലെങ്കിൽ നമുക്കൊരു ഓഫീസായിട്ടോ അല്ലെങ്കിൽ ഒരു ഓഫീസായിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ വർക്കർ നോഡ് എന്ന് പറയുന്നത് നമുക്ക് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ കണ്ടെയ്നർ ആയ സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഷിപ്പിംഗ് വരുമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതൊരു എക്സാമ്പിൾ കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതൊരു പോർട്ടിലേക്ക് കൊണ്ടുപോകാം. പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കേൾക്കാമോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ കൺട്രോൾ പ്ലെയിന് നമ്മുടെ ലാൻഡിലുള്ള ഒരു ഓഫീസും വർക്കർ നോഡുകളെ കപ്പലുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പോൾ ലാൻഡിലുള്ള ഓഫീസിൽ നമുക്ക് മെയിനായിട്ട് ഒരു ഓഫീസ് റൂം വേണം. അതായത് എവിടൊക്കെ സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ API സെർവർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കപ്പലിലേക്കുള്ള റിക്വസ്റ്റ് വിടുക, അല്ലെങ്കിൽ കപ്പലുകൾ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺട്രോൾ ടവർ വേണം. അതേപോലെ ഏതൊക്കെ ഇല്ല എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും, API സെർവർ. അതായത് അതായിരിക്കും നമ്മുടെ മെയിൻ ട്രാൻസ്ഫർ ആയിട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് API സെർവർ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെ സംഭവിച്ചു, അതായത് ഇപ്പോൾ എത്ര ലോഡ് വർക്ക് വന്നു, എത്ര ഷിപ്പ് ചെയ്തു, ഇനി എത്ര എണ്ണം പോകാനുണ്ട്, അതുപോലെ എവിടെയൊക്കെയാണ് കിടക്കുന്നത്, അങ്ങനെ പറയുന്ന ഒരു ഓഫീസ് ടാസ്കുകൾ ഉണ്ടല്ലോ, ഒരു റെക്കോർഡ് ചെയ്യുന്ന ഒരു സാധനം. അതാണ് ബേസിക്കലി എവിടെ വരുന്നത്, HCD എന്ന് പറയുന്ന കമ്പോണന്റ് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന എല്ലാ കമ്പോണന്റുകളും നമുക്ക് പരസ്പരം അത് തന്നെ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ HCD ബേസിക്കലി ഒരു കീ വാല്യൂ പെയർ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ കുറച്ചും കൂടി കംഫർട്ട് ആയിട്ടുള്ളത് MongoDB അല്ലെങ്കിൽ ഒരു കീ വാല്യൂ കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന വേറൊരു DB ആണ് സെർവർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ നമ്മൾ കൂടുതലും ക്യൂബർനെറ്റീസിൻ്റെ ഒപ്പം യൂസ് ചെയ്ത് വരുന്ന HCD ആയതുകൊണ്ടാണ് ഇവിടെ HCD ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെയും കീ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഡാറ്റ ബേസുകൾ യൂസ് ചെയ്യാം.
പിന്നെ etcd എന്ന് പറയുന്നത് നമ്മുടെ ലിനക്സിലെ /etc എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടല്ലോ, ആ ഡയറക്ടറിനെ ബേസ് ചെയ്ത്, അതായത് അവിടെയാണല്ലോ നമ്മൾ ഈ പറയുന്ന കീ ആയിട്ടുള്ള കാര്യങ്ങൾ, കോൺഫിഗ് ഫയലുകൾ സൂക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ് വേർഷൻ എന്നുള്ള രീതി, അതായത് etcd etc ഡയറക്ടറി എന്ന് തന്നെയാണ് etcd കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് ഷെഡ്യൂളറാണ്. ഷെഡ്യൂളറുകൾ നമുക്ക് ഒരു ക്രെയിനായിട്ട് കൺസിഡർ ചെയ്യാം. അതായത് കപ്പലുകളിലേക്ക് നമുക്ക് ഈ പറയുന്ന കണ്ടെയ്നറുകളെ പ്ലേസ് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഇന്ന റീജിയനിലേക്ക് പോകുന്ന കപ്പലിലേക്ക് വേണമായിരിക്കുമല്ലോ നമുക്ക് കണ്ടെയ്നറുകൾ, ഇപ്പോൾ ഇന്ത്യയിലേക്ക് പോകുന്ന കണ്ടെയ്നറുകളിലേക്ക് വേണം ഈ എന്ത് ചെയ്യേണ്ടത്, കണ്ടെയ്നറുകൾ നമ്മൾ ഷിപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചൂസ് ചെയ്യുക, അവൈലബിലിറ്റി നോക്കുക, ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ള കപ്പലുകൾ സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബേസിക്കലി ആര് ചെയ്യുന്നത്, ഷെഡ്യൂളർ ചെയ്യുന്നത്. ഇനി അടുത്ത് കൺട്രോൾ മാനേജർ. കൺട്രോൾ മാനേജർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്കൊക്കെ പരിചയമായിട്ടുള്ള ഒരു മാനേജർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ എന്ന് എപ്പോഴും മോണിറ്റർ ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് എന്ത്, കൺട്രോൾ മാനേജർ. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പോഡ് ഡിപ്ലോയ് ചെയ്തു, ആ പോഡ് ക്രാഷ് ആയെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരാണ് അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പോഡ് ക്രാഷ് ആയി കഴിഞ്ഞാൽ പുതിയ പോഡ് വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന അതിനുവേണ്ടി നമുക്കൊരു കൺട്രോൾ മാനേജർ ഉണ്ട്. അതേപോലെ ഡിപ്ലോയ്മെന്റുകൾ നോക്കി നടത്താൻ വേണ്ടിയിട്ട് അതിനൊരു കൺട്രോൾ മാനേജർ ഉണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ജനറലി കൺട്രോൾ മാനേജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, അതിനുശേഷം ഞാൻ അടുത്ത കമ്പോണന്റിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ആർക്കും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാനപ്പോൾ അടുത്ത ടോപ്പിക്ക് കവർ ചെയ്യാണ്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കപ്പലാണ്. അതായത് ഈ പറയുന്ന കപ്പലിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഓരോ കണ്ടെയ്നറുകളും പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കപ്പലിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ്. അതായത് ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ എന്ത് വേണം, ഒരു കപ്പിത്താൻ വേണം. അതായത് ആ കപ്പലിൽ എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണ് നടക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി. അതേപോലെ ഒരു വർക്കർ നോഡിൽ എന്ത് ടൈപ്പ് വർക്കുകളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടെയ്നറുകളാണ് ഓടുന്നത്, എങ്ങനെയാണ് അതിൻ്റെ നെറ്റ്വർക്ക് കോൺഫിഗ് നടക്കുന്നത്, അല്ലെങ്കിൽ അതിലെങ്ങനെയാണ് ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നതും, അതുപോലെ കൺട്രോൾ സെന്റർ, അതായത് നമ്മുടെ കൺട്രോൾ പ്ലെയിനിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും ആരുടെ പണിയാണ്, ക്യൂബ്ലൈറ്റിൻ്റെ. അപ്പോൾ ഓക്കെ, അതേപോലെ ക്യൂപ്രോക്സി എന്ന് പറയുന്നത് നമ്മുടെ വർക്കർ നോഡിൽ വരുന്ന നെറ്റ്വർക്കിംഗ് ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്ന ജോലിയാണ്. അപ്പോൾ നമുക്ക് അത് ബേസിക്കലി നടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂപ്രോക്സി IP ടേബിൾസ് വെച്ചിട്ടാണ് റൂൾസ് മോഡിഫൈ ചെയ്തിട്ട് കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അടുത്തത് കണ്ടെയ്നർ റൺ ടൈം. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് റൺ ചെയ്യാൻ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അത് വർക്കർ നോഡിൽ എക്സിക്യൂട്ട് ചെയ്യണമല്ലോ. അതായത് നമുക്ക് ആ ഒരു ഇമേജിനെ പുൾ ചെയ്തെടുക്കണം. നമുക്ക് ഒരുപാട് കണ്ടെയ്നർ റൺ ടൈമുകൾ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതലും ഡോക്കർ ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. അതുകൂടാതെ നമുക്ക് വേറെയും കുറേ കണ്ടെയ്നർ എഞ്ചിനുകൾ അവൈലബിൾ ആണ്. പോഡ്മാൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതലായിട്ടും ക്യൂബർനറ്റീസ് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കണ്ടെയ്നർ റൺ ടൈംസ് എന്ന് പറയുന്നത് കണ്ടെയ്നർ-D അല്ലെങ്കിൽ CRIO. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു ടോപ്പിക്കാണ്, നമുക്ക് അവിടെ വീണ്ടും കുറേ സംസാരിക്കാനുണ്ട്. അപ്പോൾ കുറെ കൂടി ഓപ്പൺ സോഴ്സ് വേർഷനിലുള്ള കണ്ടെയ്നർ റൺ ടൈംസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത കമ്പോണന്റ് ആണ് പോഡ്. പോഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂബർനറ്റീസ് ക്ലസ്റ്ററിൽ ഏറ്റവും എന്താ പറയുക ചെറിയൊരു കമ്പോണന്റ് ആണെന്ന് പറയുന്നത് പോഡ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാതെ വിചാരിക്കുന്നു. ഞാൻ അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞു പോഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യൂബർനറ്റീസിൽ ഏറ്റവും സ്മോളസ്റ്റ് ഡിപ്ലോയബിൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഒരു പോഡ് നമ്മളെന്ന് പറയുന്നത് 1 or more കണ്ടെയ്നേഴ്സുകൾ ചേരുന്നതാണ്. ഓക്കെ, അതായത് മിനിമം അതിലൊരു കണ്ടെയ്നറെങ്കിലും കാണും, ഇല്ലെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും കണ്ടെയ്നറുകളെ കാണാം, എത്ര വേണമെങ്കിലും കണ്ടെയ്നറുകൾ നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ഞാനത് കുറച്ച് കഴിയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു പോഡിൻ്റെ ഉള്ളിൽ മൾട്ടിപ്പിൾ കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഷെയർ ചെയ്യുന്നത്
സെയിം IP, സെയിം ലോക്കൽ ഹോസ്റ്റ്, ഷെയർഡ് നെറ്റ്വർക്ക് ആയിരിക്കും. അതുപോലെ അതിൻ്റെ സ്റ്റോറേജ് ഷെയർഡ് ആയിരിക്കും. അതേപോലെ അത് ഉള്ളിൽ നമുക്ക് പരസ്പരം അതിൻ്റെ ഡാറ്റാസ് എല്ലാം ടേക്ക് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പോഡിൻ്റെ YAML ഫയലാണ്. YAML വെച്ചിട്ടാണ് നമ്മൾ കുബർനെറ്റീസിലേക്ക് ഒരു പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഒരു API കോൾ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ API v1 എന്ന് പറയുന്ന ഒരു വെർഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ടൈപ്പ് റിസോഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതാണ് ഇവിടെ കൈൻഡ് എന്നുള്ള കീവേഡ് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം പോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ കൈൻഡ്. അടുത്തത് മെറ്റാഡാറ്റയാണ്. മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ബേസിക്കലി ഡാറ്റ ഇൻസൈഡ് ഡാറ്റ, അതായത് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന പോഡിന്റെ പേരാണ് നമ്മളിവിടെ പറയുന്നത് എന്ത്, മൈ ഫ്ലാസ്ക് ആപ്പ് എന്ന് പറയുന്നത്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ലേബൽസ് ആഡ് ചെയ്യാണ്, ആപ്പ്, ദെൻ ഒരിത് വാല്യൂ, മൈ ഫ്ലാസ്ക് ആപ്പ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഒരുപാട് കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ഒരുപാട് പോഡുകൾ നമ്മുടെ ക്ലസ്റ്ററിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് അറേഞ്ച് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രാക്ടീസാണ് ലേബൽ എന്ന് പറയുന്നത്. അടുത്തത് ആയിട്ടാണ് നമ്മൾ സ്പെക്ക് ഡിഫൈൻ ചെയ്യുന്നത്. സ്പെക്ക് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്തോരം കണ്ടെയ്നർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ റൺ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സ്പെസിഫിക്കേഷൻ പറയുന്നത്. ഇപ്പോൾ കണ്ടെയ്നറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ആ കണ്ടെയ്നറിൻ്റെ പേരാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്പ് എന്ന് പറയുന്നതാണ് എൻ്റെ കണ്ടെയ്നറിൻ്റെ പേര്. അതുകൂടാതെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഇമേജിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 1.35 കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ പോരാ, ഫുള്ളായിട്ടുള്ള പാത്ത്, അതായത് നമ്മുടെ രജിസ്ട്രി തൊട്ടിട്ടുള്ള പാത്ത്. ഇപ്പോൾ ഞാൻ ഡോക്കർ ഹബിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, dockerhub.com/ എൻ്റെ രജിസ്ട്രി / ആപ്ലിക്കേഷൻ നെയിം ടാഗ് നെയിം. പ്രീവിയസ്ലി നമുക്ക് ഇത്രയും കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ടുള്ള പാത്ത് പറഞ്ഞു കൊടുക്കണം. അതിനുശേഷം എൻ്റെ ആപ്ലിക്കേഷൻ ഏത് പോർട്ടലാണോ ഓപ്പൺ ആവേണ്ടത് ആ പോർട്ട് ഞാനിവിടെ പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ എനിക്ക് ഇതിനകത്ത് ഒരു എൻവയോൺമെൻറ്റ് വേരിയബിൾ പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിൻ്റെ വാല്യൂ പാസ് ചെയ്തു. ഇതാണ് ബേസിക്കലി ഒരു YAML ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ kubectl അപ്ലൈ കമാൻഡ് വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് കുബർനെറ്റീസിനകത്ത്. അത് നമ്മൾ കൂടുതലായിട്ട് ലാബ് സെഷനിലാണ് നോക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ തിയറിയാണ് കവർ ചെയ്ത് പോകുന്നത്. അടുത്ത കമ്പോണന്റ് എന്ന് പറയുന്നത് ഡിപ്ലോയ്മെന്റ് ആണ്. ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ഹോമോജിനിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹോമോജിനിയസ് ആയിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ഡിപ്ലോയ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു സാധനം എന്ന് പറയുന്നത് റിപ്ലിക്ക സെറ്റ് ആണ്. റിപ്ലിക്ക സെറ്റ് ആണ് ആക്ച്വലി ഈ പറയുന്ന ഹോമോജീനിയസ് ആയിട്ടുള്ള പോഡുകളെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഒരു ഡിപ്ലോയ്മെന്റ്, റിപ്ലിക്ക സെറ്റും ഒരു ഡിപ്ലോയ്മെന്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിപ്ലോയ്മെന്റിൽ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു പുതിയ വേർഷൻ റിലീസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു പഴയ വേർഷനിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോയ്മെന്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഇവിടെ എങ്ങനെയാണ് ഈ റിപ്ലിക്ക സെറ്റ് റിപ്ലിക്കാസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കണ്ടെയ്നർ പോഡുകളുടെ എണ്ണം തീരുമാനിക്കുന്നത്. ഇവിടെ നിങ്ങൾ മെയിനായിട്ട് കൺഫ്യൂസ് ആവാനുള്ള ഒരു കമ്പോണന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ പോഡും കണ്ടെയ്നറുകളുമാണ്. മനസ്സിലാക്കുക, നമ്മുടെ പോഡിന്റെ ഉള്ളിൽ വരുന്ന ഒരു ഇതാണ് കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതിന്റെ മുകളിലാണ് റിപ്ലിക്ക സെറ്റ് വരുന്നത്, അതിന്റെ മുകളിലാണ് ഡിപ്ലോയ്മെന്റ് വരുന്നത്. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ഈ ഡിപ്ലോയ്മെന്റ് നടക്കുമ്പോൾ നമുക്ക് റോൾ ബാക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഡിപ്ലോയ്മെന്റിന്റെ ഒരു ഫീച്ചറാണ് ബേസിക്കലി, ശരിക്കും ഡിപ്ലോയ്മെന്റ് എങ്ങനെ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു v1 ഓൾറെഡി എൻ്റെ കുബർനെറ്റീസ് ക്ലസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു റിപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, റാൻഡം നമ്പറിൽ ഒരു റിപ്ലിക്ക സെറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എത്രയാണോ എനിക്ക് റിപ്ലിക്കാസ് വേണ്ടത് അത് മെയിൻറ്റെയിൻ ചെയ്യും. ഇനി ഞാൻ പുതിയൊരു വെർഷൻ റിലീസ് ചെയ്യുമ്പോൾ ഡിപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഴയ റിപ്ലിക്ക സെറ്റിനെ 0യിലേക്ക് കൊണ്ടുവന്നിട്ട് പുതുതായിട്ട് കൊണ്ടുവന്ന ഇമേജിനെ വെച്ചിട്ടുള്ള റിപ്ലിക്ക സെറ്റിനെ എന്ത് ചെയ്യും, ഈ പറയുന്ന കൗണ്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ റോൾ ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ
മിനിമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ മിനിമൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ റെഡ്യൂസ് ചെയ്ത റിപ്ലിക്ക സെറ്റിന്റെ കൺട്രോളോടെ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും സ്കെയിൽ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബേസിക്കലി എന്ത് നടക്കുന്നത്, ഈ പറയുന്ന റോൾ ബാക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് നടക്കുന്നത്. അടുത്തത് സർവീസും ഇൻഗ്രസും ആണ്. ബേസിക്കലി സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ കുബർനെറ്റീസ് ക്ലസ്റ്ററിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെന്റ് ഉപയോഗിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തു. ഇനി നമുക്ക് ആ ആപ്ലിക്കേഷനെ പുറത്തേക്ക് കൊണ്ടുവരണം. നമുക്ക് മെയിനായിട്ട് 3 തരം സർവീസുകളാണ് കുബർനെറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ക്ലസ്റ്റർ ഐ പി നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി ഇന്റേണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് പോർട്ട് ടു പോർട്ട് കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നമുക്ക് 2 സർവീസുകൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്ലസ്റ്റർ ഐ പി യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ആപ്ലിക്കേഷന് നമുക്ക് ഒരു പർട്ടിക്കുലർ പോർട്ട് വഴി പുറത്തേക്ക് എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നോഡ് പോർട്ട് യൂസ് ചെയ്യും. ഈ നോഡ് പോർട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക്കലി ഒരു 30,000 തൊട്ടിട്ട് 32,000 വരെയാണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ഇത് നമ്മുടെ വർക്കർ നോഡുകളുടെ IP അഡ്രസ്സ് മാച്ച് ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് എക്സ്പോസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അടുത്തത് ലോഡ് ബാലൻസർ ആണ്. ലോഡ് ബാലൻസർ ക്ലൗഡ് ബേസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്ന നമ്മുടെ കുബർനെറ്റീസ് ക്ലസ്റ്റർ ഒരു ക്ലൗഡ് ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്ലൗഡ് മാനേജർ കുബർനെറ്റീസ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ക്ലൗഡിന്റെ ലോഡ് ബാലൻസർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് അതിന്റെ ഒരു കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ AWS ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് AWSന്റെ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AWSന്റെ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ഇൻഗ്രസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്ലസ്റ്ററിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കതിനെ പോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എനിക്ക് അത് ഹോസ്റ്റ് ബേസ്ഡ് റൗട്ടിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പാത്ത് ബേസ്ഡ് റൗട്ടിംഗ് ആയിരിക്കാം. സോ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഇൻഗ്രസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു ഇൻഗ്രസ് കൺട്രോളറാണ് ഇൻഗ്രസ് കൺട്രോളർ. പക്ഷേ അതിൻ്റെ ആക്റ്റീവ് ഡെവലപ്മെന്റ് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അത് ഡിപ്രിക്കേറ്റ് ചെയ്തു. ഈ മാസമാണ് അത് ഡിപ്രിക്കേറ്റ് ചെയ്ത്. ഇതാണ് അതിൻ്റെ ഒരു സർവീസ് YAML ഫയൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അടുത്തത് കോൺഫിഗ് മാപ്പും സീക്രട്ടും ആണ്. ഓക്കെ, കോൺഫിഗ് മാപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷന് കൂടുതലായിട്ടും കുറേ എൻവയോൺമെന്റ് വേരിയബിൾസ് കാണും. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ എൻവയോൺമെന്റൽ വേരിയബിൾസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോ എൻവയോൺമെന്റ്, ഇപ്പോൾ ഡെവിലേക്ക് ഒരു എൻവയോൺമെന്റൽ വേരിയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് വേറൊരു വാല്യൂസ് ഫയൽ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നോൺ സെൻസിറ്റീവ് ആയിട്ടുള്ള കോൺഫിഗ് ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ബേസിക്കലി അവിടെ കീപ്പ് ചെയ്യുന്നത്, കോൺഫിഗ് മാപ്പിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സീക്രട്ട് ആണ്. ഇപ്പോൾ ഒരു ഡാറ്റാബേസിന്റെ പാസ്വേഡ് ആണ്, അല്ലെങ്കിൽ ഒരു API കീ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു TLS സർട്ടിഫിക്കറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ റിസോഴ്സ് ആണ് സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടല്ല സീക്രട്ട് ആയിട്ട് പാസ് ചെയ്യുന്നത്. നമ്മൾ ഇതിനെ ബേസ് 64 എന്ന് പറയുന്നതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സീക്രട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ബേസ് 64 വെച്ച് നമ്മൾ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബേസ് 64ന്റെ ഡിക്രിപ്ഷൻ ഉപയോഗിച്ചിട്ട് അതിനെ ഡിക്രിപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കുബർനെറ്റീസിന് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ഇത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴും പ്രൊഡക്ഷനിൽ ഒന്നുകിൽ HashiCorpന്റെ വോൾട്ടോ, അല്ലെങ്കിൽ സീൽഡ് സീക്രട്ടോ, അല്ലെങ്കിൽ ESO എക്സ്റ്റേണൽ സീക്രട്ട് ഓപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസോഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, സീക്രട്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്ത നെയിം സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. നെയിം സ്പേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക്കലി നമ്മൾ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ തന്നെ ലോജിക്കലായിട്ട് ഒരു ഐസൊലേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഡെവിന് വേണ്ടിയിട്ട് ഒരു നെയിം സ്പേസ് ക്രിയേറ്റ് ചെയ്യണം, അതായത് ഡെവലപ്പറിന്റെ സാൻഡ് ബോക്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്റ്റേജിന് വേണ്ടിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ക്രിയേറ്റ് ചെയ്യുന്ന ഐസൊലേഷനുള്ളിൽ മാത്രമായിരിക്കും എൻ്റെ ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിന് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ പുറത്ത് എന്ത് റൺ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിത്തൗട്ട് അതിന് നമ്മൾ പെർമിഷൻ കൊടുക്കാതെ അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡെവ് എൻവയോൺമെന്റിൽ ഞാൻ എൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് സ്റ്റേജ് എന്ന് പറയുന്ന ഇതിലേക്ക് നെയിം സ്പേസിലേക്ക് വിളിക്കണമെങ്കിൽ ഞാൻ ആ ആപ്ലിക്കേഷന് പ്രോപ്പറായിട്ട് പെർമിഷൻസ് കൊടുത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരു നെയിം സ്പേസിലുള്ള കണ്ടന്റ് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ നെയിം സ്പേസുകൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക്
പല പല ടീമുകളായിരിക്കും നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന നമുക്കൊരു ക്ലസ്റ്റർ വെച്ചിട്ട് ഈ പല പല ടീമുകൾക്ക് പരസ്പരം ഇഷ്യൂസ് ഇല്ലാതെ, അതായത് അവർ തമ്മിൽ പരസ്പരം ഇഷ്യൂസ് ഉണ്ടാവാതെ അവരവരുടെ വർക്കുകൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന നെയിം സ്പേസ് കൺസെപ്റ്റ് വെച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ റിസോഴ്സ് ഓവർ യൂട്ടിലൈസേഷൻ വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓരോ സ്പെസിഫിക്കലി ഓരോ നെയിം സ്പേസ് നമുക്ക് റിസോഴ്സ് അസൈൻ ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതേപോലെ പെർമിഷൻസ്, ആർബാക്ക് എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ്, റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ പോളിസീസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ആക്സസുകൾ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഇനി അതേപോലെ ക്രോസ് നെയിം സ്പേസുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ DNS ഡൊമൈൻ എന്ന് പറയുന്നത്, ഫുള്ളി ക്വാളിഫൈഡ് ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മുടെ സർവീസ് നെയിം ഡോട്ട് നമ്മുടെ നെയിം സ്പേസ് ഡോട്ട് SVC ഡോട്ട് ക്ലസ്റ്റർ ഡോട്ട് ലോക്കൽ. ഓക്കെ, ഇങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കോർ DNS എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ DNS വേണ്ടി ഏത് കമ്പോണൻ്റ് ആണോ നമ്മുടെ ക്ലസ്റ്ററിൽ യൂസ് ചെയ്യുന്നത് അത് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള റൗട്ടിങ് എന്ത് ചെയ്യും, മാച്ച് ചെയ്ത് തരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരാൻ, നമുക്ക് നെയിം സ്പേസ് ഐസൊലേഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് ഡെബും സ്റ്റേജും പ്രൊഡക്ഷനും ഒക്കെ ഒറ്റ ക്ലസ്റ്ററിൽ ഓടിച്ചുകൂടി എന്നുള്ളത്. അതൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് പറയുന്നില്ല. പല പല കംപ്ലൈൻസുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ നോർമലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡെവിനും സ്റ്റേജിനും വേണ്ടിയിട്ട് ഒരു ക്ലസ്റ്ററും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ക്ലസ്റ്ററുമാണ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ആ ബ്ലാസ്റ്റ് റേഡിയസ് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നത്. ഇനി അടുത്തത് കുറച്ച് ക്യൂബർനെറ്റീസിന്റെ കമാൻഡ്സുകളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ക്യൂബ്സീറ്റിൽ ഗെറ്റ് പോഡ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ക്ലസ്റ്ററിൽ നമ്മൾ ഏത് നെയിം സ്പേസിലാണോ നിൽക്കുന്നത് ആ നെയിം സ്പേസിലുള്ള പോഡുകൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്യൂബ്സീറ്റിൽ ഗെറ്റ് പോഡ്സ് എന്ന് പറയുന്നത്. ക്യൂബ്സീറ്റിൽ ഗെറ്റ് പോഡ്സ് -A എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ നെയിം സ്പേസിലുള്ള പോഡുകളും കാണാൻ പറ്റും. ഇനി പർട്ടിക്കുലർ ഒരു നെയിം സ്പേസിലേക്കുള്ളതാണ് നമുക്ക് കാണണമെങ്കിൽ ക്യൂബ്സീറ്റിൽ ഗെറ്റ് പോഡ്സ് -n വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ നെയിം സ്പേസുകളെ ഡിഫൈൻ ചെയ്യുന്നത്. -n പ്രോഡ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, ആ പർട്ടിക്കുലർ പോഡിലുള്ള ആ പർട്ടിക്കുലർ നെയിം സ്പേസിലുള്ള പോഡുകളെ കാണാൻ പറ്റും. ഇനി നമുക്കൊരു പോഡിനെ പറ്റിയിട്ട് കൂടുതൽ ഇൻഫർമേഷൻ അറിയണം, അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇമേജസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ വേരിയബിൾസ് ആണ്, എന്ത് സ്റ്റോറേജ്, അതിൻ്റെ ഇവൻറ്റ്സ് എന്തൊക്കെയാണ് സംഭവിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യൂബ്സീറ്റിൽ ഡിസ്ക്രൈബ് പോഡിൻ്റെ നെയിം. ഇനി നമ്മൾ വേറെ നെയിം സ്പേസിലാണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെയിം സ്പേസ് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ റിസോഴ്സിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാൻ. അപ്പോഴേ ക്യൂബർനെറ്റീസിന് അതിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ലോഗ്, അല്ലെങ്കിൽ ആ ഒരു പോഡ് റൺ ചെയ്യുന്നുണ്ട് അതിൻ്റെ ലോഗ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കമാൻഡാണ് ക്യൂബ്സീറ്റിൽ ലോഗ്സ് -f ആ പോഡിൻ്റെ പേര്. ഇനി അടുത്തൊരു കണ്ടീഷൻ എന്ന് പറയുന്നത്, നമ്മൾ പോഡ് റൺ ചെയ്യുന്നുണ്ട്, നമുക്ക് അതിൻ്റെ ആ കണ്ടെയ്നറിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കണം, എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫയലുകൾ അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സി കമാൻഡാണ്. നമ്മൾ ഡോക്കറിൽ പഠിച്ചിട്ടുണ്ടാവും, ഡോക്കർ exe എന്ന് പറയുന്ന കമാൻഡ് പോലെ തന്നെ ഉപയോഗിക്കുന്ന കമാൻഡാണ് ക്യൂബ്സീറ്റിൽ exe എന്ന് പറയുന്നത്. -it ബേസിക്കലി ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടെർമിനൽ ഓപ്പൺ ചെയ്ത് തരിക, പോഡിൻ്റെ പേര് // ഇതുവഴി നമുക്ക് SH ഒരു ഷെല്ലായിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഏത് ഷെല്ലാണോ നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ആ ഷെല്ലിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ മതിയാവും. ഇനി നമ്മുടെ മാനിഫെസ്റ്റ്, നമ്മൾ നേരത്തെ കണ്ട YAML ഫയലിൽ നമ്മൾ കോമൺലി വിളിക്കുന്ന പേരാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത്. ക്യൂബ്സീറ്റിൽ അപ്ലൈ കമാൻഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാനിഫെസ്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. വേറൊരു കമാൻഡ് ഉള്ളത് ക്യൂബ്സീറ്റിൽ ക്രിയേറ്റ് കമാൻഡാണ്. പക്ഷെ ക്രിയേറ്റ് കമാൻഡ് വെച്ചിട്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്രിയേറ്റ് കമാൻഡ് വെച്ചിട്ട് ഒരു റിസോഴ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അത് ഡിലീറ്റ് ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യൂബ്സീറ്റിൽ റീക്രിയേറ്റ് അത് പിന്നെയും ക്രിയേറ്റ് കമാൻഡ് ഉപയോഗിക്കില്ല. അപ്ലൈ ആകുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തത് ക്യൂബ്സീറ്റിൽ ഡിലീറ്റ് കമാൻഡാണ്. ഡിലീറ്റ് -f എന്ന് പറയുന്ന ഫയൽ നെയിം മെൻഷൻ ചെയ്യാനാണ്. സ്പെസിഫിക്കലി ആ ഒരു മാനിഫെസ്റ്റോ ഫയൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു YAML ഫയൽ വെച്ച് ക്രിയേറ്റ് ചെയ്യുന്ന റിസോഴ്സുകൾ എന്ത് ചെയ്യും, ക്യൂബ്സീറ്റിൽ ഡിലീറ്റ് കമാൻഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നത് ഒരു പോർട്ട് പർട്ടിക്കുലർലി അത് റൺ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ റണ്ണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ആ പറയുന്ന പർട്ടിക്കുലർ പോർട്ടിനെ നമുക്കൊന്ന് ലോക്കൽ ഹോസ്റ്റിലേക്ക്, നമ്മുടെ നിൽക്കുന്ന മെഷീനിലേക്ക് ഒന്ന് നമുക്ക്
നമ്മുടെ ലോക്കൽ ഹോസ്റ്റിലേക്ക് ഇത് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ടണൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, kubectl പോർട്ട് ഫോർവേഡിങ് എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ പോഡിന്റെ IP, ദെൻ നമുക്ക് ഏത് പോർട്ടിലേക്കാണോ എക്സ്പോസ് ചെയ്യുന്നത് ആ പോർട്ട് നമ്പർ കൊടുക്കുക. അടുത്തത് റോൾ ഔട്ട് സ്റ്റാറ്റസ് ആണ്. ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ ഡിപ്ലോയ്മെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണോ നമുക്ക് വേണ്ടുന്ന വേർഷൻ, ആ വേർഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ മിസ്സിങ് തോന്നുകയാണെങ്കിൽ നമുക്ക് റോൾ ബാക്ക് ചെയ്യാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്ററി കാണണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് kubectl റോൾ ഔട്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ CPU യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ നമ്മുടെ മെമ്മറി യൂട്ടിലൈസേഷൻ ഒക്കെ എന്തോരം വരുന്നുണ്ട്, എന്താണ് ഈ പറയുന്ന നമ്മുടെ ഓരോ പോഡ് എത്ര ഇത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡാണ് kubectl ടോപ്പ് കമാൻഡ്. ഈ ടോപ്പ് കമാൻഡ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ക്ലസ്റ്ററിൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യണം, മെട്രിക് സെർവർ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന കമാൻഡ് കൊടുക്കുന്നതുകൊണ്ട് കാര്യമുള്ളൂ. ക്ലിയർ ആണോ? ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന വർക്ക് ലോഡ് ടൈപ്പുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കുബർനെറ്റിസ് ക്ലസ്റ്ററിൽ നമുക്ക് ഒരുപാട് ടൈപ്പ് വർക്ക് ലോഡുകൾ റൺ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഓൾറെഡി ഡിപ്ലോയ്മെന്റ്സ് നോക്കി. അടുത്തത് സ്റ്റേറ്റ്ഫുൾ സെറ്റ് ആണ്. സ്റ്റേറ്റ്ഫുൾ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഡാറ്റാബേസ്, അതായത് ബേസിക്കലി കണ്ടെയ്നറുകൾ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ ആ പോഡുകൾ ഡിലീറ്റ് ആയി പോകും. പക്ഷേ നമുക്ക് ചില കേസുകളിൽ നമുക്ക് പെർസിസ്റ്റൻസി, ഡാറ്റ നമുക്ക് അവിടെ പെർസിസ്റ്റൻ്റ് ആയിട്ട് വേണം, നമുക്ക് ആവശ്യമുള്ള പല സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഒക്കെ വേണം. അതേപോലെ അതിൻ്റെ റിസോഴ്സുകൾ പർട്ടിക്കുലർലി ഈ പറയുന്ന സ്റ്റോറേജിലേക്ക് പോയി റൈറ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ വരികയാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു ഡാറ്റാബേസ് കുബർനെറ്റിസ് ക്ലസ്റ്ററിൽ ഓടിക്കണം, അല്ലെങ്കിൽ കാഫ്ക ഓടിക്കണം, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൈൻഡാണ് സ്റ്റേറ്റ്ഫുൾ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡീമൺ സെറ്റ് ആണ്. ഡീമൺ സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്ര വർക്കർ നോഡ് ഉണ്ടോ അത്രയും വർക്കർ നോഡിൽ ഒരു പോഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. ഡിപ്ലോയ്മെന്റ് പോലെ തന്നെയാണ് ഡീമൺ സെറ്റ്. പക്ഷെ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാളെ റൺ ചെയ്യുള്ളൂ ആ ക്ലസ്റ്റർ, ആ വർക്കർ നോഡിൽ. നമുക്ക് ഡിപ്ലോയ്മെന്റിൽ നമുക്ക് എത്ര വേണമെങ്കിലും പോഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ ക്രിയേറ്റ് ചെയ്യുന്ന പോഡുകളെല്ലാം ചിലപ്പോൾ ഒരേ വർക്കർ നോഡിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് വർക്കർ നോഡിൽ എന്താ പറയുക സ്പ്രെഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഡീമൺ സെറ്റിൽ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് പർട്ടിക്കുലർലി എത്ര വർക്കർ നോഡ് ഉണ്ടോ അതിൽ ഒന്ന് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം വരാം, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡീമൺ സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ഡീമൺ സെറ്റിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ലോഗ് കളക്ട് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ മോണിറ്ററിങ് ഏജൻറ്റ്സ് റൺ ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ CNI പ്ലഗിൻസ് നമ്മുടെ കണ്ടെയ്നർ നെറ്റ്വർക്ക് ഇന്റർഫേസ് നമ്മുടെ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡീമൺ സെറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ക്രോൺ ജോബ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ സാധാരണ ലിനക്സിൽ ചെയ്യുന്ന ജോബ്സുകൾ, ക്രോൺ ജോബുകൾ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് സ്പെസിഫിക്കലി ഒരു ടൈമിലേക്ക് വൺ ടൈം ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ടാസ്കുകൾ, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ടാസ്കുകൾ, ഇതൊക്കെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ക്രോൺ ജോബ് അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു റിസോഴ്സ് റിക്വസ്റ്റ് ആൻഡ് ലിമിറ്റ്. ഇത് ബേസിക്കലി നമ്മുടെ ക്ലസ്റ്ററിൽ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് സഫീഷ്യൻ്റ് ആയിട്ട് റിസോഴ്സുകൾ കിട്ടുന്നുണ്ട്, CPU മെമ്മറിയും എല്ലാം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രാക്ടീസാണ് എന്ത്, റിസോഴ്സ് റിക്വസ്റ്റ് ആൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇപ്പോൾ 128 MB മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്, CPU 250 യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ 256 MB വരെ പോവാം. അതായത് ലോഡ് വരുമ്പോൾ അതിനെന്ത് ചെയ്യണം, സ്കെയിൽ ആവണം, മെമ്മറി യൂട്ടിലൈസേഷൻ കൂടണം. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോൾ 24 GB ഉള്ള നോഡാണെങ്കിൽ ആ 24 GB ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ വേണ്ടി നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് റോങ് വിത്ത് ആപ്ലിക്കേഷൻ, മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ എന്തോ ഇഷ്യൂസ് നടക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മെമ്മറി യൂട്ടിലൈസേഷൻ എക്സീഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് സെറ്റ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ലിമിറ്റ് 128 MB ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ മെമ്മറി ലിമിറ്റ് വെച്ചിരിക്കുന്നത് 256 MB ആണ്. അത് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഡെവലപ്പറിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇങ്ങനെ ഒരു നമ്പറുകളിലേക്ക് നമ്മൾ എത്തുന്നത്. ഇൻ കേസ് നമ്മുടെ CPU ആണ് ഓവർ യൂട്ടിലൈസ് ആയിട്ട് വരുന്നെങ്കിൽ അത് ത്രോട്ടിൽഡ് ആവും ആ ലിമിറ്റ് ആവുമ്പോൾ. അതേസമയം മെമ്മറിയാണ് ഇപ്പോൾ നമ്മൾ 256 MB കൊടുത്തു ഓൾറെഡി, പക്ഷേ നമ്മുടെ ആപ്ലിക്കേഷൻസ് വീണ്ടും മെമ്മറി ചോദിച്ചു വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി കില്ലഡ് ആയി പോകും. ആ പോഡ് പിന്നെ സർവൈവ് ചെയ്യില്ല. ഇനി കുറച്ച് ക്ലാസ്സുകളുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന റിക്വസ്റ്റും ലിമിറ്റും സെയിം ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്. അതായത് എത്രയാണോ ചോദിച്ചിരിക്കുന്നത് അത് പ്രോപ്പറായിട്ട് ആര് കൊടുക്കും? കുബർനെറ്റിസ് ക്ലസ്റ്റർ കൊടുക്കും. ഇനി ബസ്റ്റബിൾ, അതായത് റിക്വസ്റ്റ് കുറവും ലിമിറ്റ് കൂടുതലുമാണെങ്കിൽ, നമ്മൾ മോസ്റ്റ്ലി അങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ ഫോളോ ചെയ്യാറൊക്കെ ഇനി നമ്മൾ റിക്വസ്റ്റും ലിമിറ്റും ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ബെസ്റ്റ് എഫേർട്ട് ആയിരിക്കും. എവിടെയാണോ റിസോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അവിടെ കൊണ്ടുപോയിട്ട് അത് ഡിപ്ലോയ് ചെയ്യാൻ നോക്കും. ഓക്കെ, ഇനി ഹെൽത്ത് ചെക്ക് ആണ്. അതായത് ഹെൽത്ത് ചെക്ക് ബേസിക്കലി നമ്മൾ കുബർനെറ്റിസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കേൾക്കാമോ? ഹലോ, ഓക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളത്. അതായത് എൻ്റെ ആപ്ലിക്കേഷൻ ലൈവായിട്ട് നിൽക്കുന്നുണ്ടോ? അപ്പോൾ അത് കണ്ടെയ്നർ റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ ലൈവ്നെസ് പ്രോബ് ഫെയിൽ ആവും. ഇനി എൻ്റെ ആപ്ലിക്കേഷൻ ട്രാഫിക് റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ റീഡ്നെസ് പ്രോബ് അത് ഫെയിൽ ആവും. ഇനി എൻ്റെ ചില ആപ്ലിക്കേഷൻസ് റൺ ആവാൻ കുറച്ചധികം സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർട്ടപ്പ് പ്രോബ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുന്നവരെ എന്ത് ചെയ്യും? കുബർനെറ്റിസ് വെയിറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഹെൽത്ത് ചെക്കിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോബ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റോറേജുകളെ പറ്റിയിട്ടാണ്. സ്റ്റോറേജുകൾക്ക് ബൈ ഡിഫോൾട്ട് ആയിട്ട് കണ്ടെയ്നറുകൾക്ക് എന്തുണ്ടാവാറില്ല? സ്റ്റോറേജ് ഉണ്ടാവില്ല. കാരണം സ്റ്റോറേജ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. കാരണം ഈ പറയുന്ന ഓരോ കണ്ടെയ്നറും ഓരോ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? ആ കണ്ടെയ്നർ ഡിലീറ്റ് ആയി പോകണം. പക്ഷേ നമുക്ക് ചില കേസുകളിൽ ഡാറ്റ പെർസിസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ എന്തെങ്കിലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യണം. അത് ചിലപ്പോൾ ഒരു ഇൻഫിനിറ്റ് ടൈമിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു പ്രോസസ്സിന്, ബാച്ച് പ്രോസസ്സിന് വേണ്ടി നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോഴാണ് നമ്മൾ PVC കൺസെപ്റ്റ്. നിങ്ങൾ ലിനക്സ് ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈ പറയുന്ന ഇത് മനസ്സിലാവും. ലിനക്സിൽ LVM എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ലോജിക്കൽ വോളിയം മാനേജ്മെന്റ്. അതിൽ പറയുന്ന പോലെ പെർസിസ്റ്റന്റ് വോളിയം, നമ്മൾ നോർമലി ഒരു ഡിസ്കിനെയാണ് ഇവിടെ പെർസിസ്റ്റന്റ് വോളിയം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ AWSന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു EBS വോളിയം. ഓക്കെ, അത് ചിലപ്പോൾ ഡൈനാമിക്കലി ആയിരിക്കാം, അല്ലെങ്കിൽ അഡ്മിൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് അസൈൻ ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, അതിലേക്കായിരിക്കും നമ്മൾ വൺസ് ഈ സ്റ്റോറേജ് PVC എന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന പർട്ടിക്കുലർ പോഡിന് ഈ പറയുന്ന PVനെ അസൈൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ഒരു മാനിഫെസ്റ്റ് ആണ് PVC എന്ന് പറയുന്നത്. അപ്പോൾ ഈ PVC എഴുതുന്നതോടുകൂടി ആ പോഡിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ പർട്ടിക്കുലർ PVനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് സ്റ്റോറേജ് ക്ലാസ് ആണ്. നമ്മൾ ഹാർഡ് കോഡ് ചെയ്യാതെ, അതായത് നമ്മുടെ എന്ത് ടൈപ്പ് ഇതാണ് സ്റ്റോറേജാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ SSD ആയിരിക്കും, HDD ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ EBS വോളിയം ആയിരിക്കും നമ്മൾ സ്റ്റോറേജ് ക്ലാസ് ആയിട്ട് അസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ഇതാണ് ഇപ്പോൾ മിനിയോടെ സ്റ്റോറേജ് ക്ലാസ് ആയിരിക്കും നമ്മൾ അസൈൻ ചെയ്യുന്നത്. ആ ബേസ്ഡ് ഓൺ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ഇന്നതായിരിക്കും ഇതിൻ്റെ ഒരു സ്റ്റോറേജ് ക്ലാസ്. അതായത് ഈ പറയുന്ന വോളിയം ആക്സസ് ചെയ്യാൻ പോകുന്ന ഇന്ന സ്റ്റോറേജ് ക്ലാസ്സിൽ നിന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ബേസിക്കലി സ്റ്റോറേജ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ പോഡ് ഒരു PVC റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു PVനെ ക്രിയേറ്റ് ചെയ്യും ഒരു സ്റ്റോറേജ് ക്ലാസ്സിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക്കലി അസൈൻ ചെയ്യുന്ന വോളിയത്തിൽ നിന്ന് അത് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു PV ക്രിയേറ്റ് ചെയ്യും. ആ PVയിലേക്ക് ആയിരിക്കും നമ്മൾ പോഡ് റൈറ്റ് ചെയ്യുന്ന ഡാറ്റാസ്. അത് നമുക്ക് മൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ നമ്മുടെ പോഡിൽ നമ്മൾ ഇങ്ങനെ എഴുതും, വോളിയം ഇതാണ്, വോളിയം മൗണ്ട് എന്ന് പറഞ്ഞത്. എൻ്റെ സ്ക്രീൻ കുറച്ച് സൂം ഔട്ട് ചെയ്യണോ? കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ? വോളിയം മൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പാത്തിലാണോ, നമ്മൾ കണ്ടെയ്നറിന്റെ ഏത് പാത്തിലേക്കാണോ, എവിടെയാണോ നമുക്ക് ആ വോളിയം മൗണ്ട് ചെയ്തെടുക്കേണ്ടത് ആ പാത്ത് ഇവിടെ കൊടുക്കും. അതേപോലെ ഇവിടെ കൊടുക്കുന്ന നെയിം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വോളിയത്തിന് കൊടുക്കുന്ന നെയിമാണ്. ഓക്കെ, ഇങ്ങനെ ഒരു വോളിയം ആയിരിക്കും നമ്മൾ ബേസിക്കലി ക്രിയേറ്റ് ചെയ്യുക.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ആക്സസ് മോഡ് എന്ന് പറയുന്നത് റീഡ് റൈറ്റ് വൺസ് ആണ്. ഇതെന്താ മീൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു തവണ റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അത് കഴിയുമ്പോൾ അതെന്ത് ചെയ്തു, ഡിലീറ്റ് ആയിപ്പോൾ. നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് റീഡ് റൈറ്റ് മെനി ഉണ്ട്. പിന്നെയും വേറെ ഒരു ആക്സസ് മോഡും കൂടി ഉണ്ട്, പെട്ടെന്ന് റീകോൾ ചെയ്യുന്നില്ല. അതേപോലെ നമ്മുടെ സ്റ്റോറേജ് ക്ലാസ് ഫാസ്റ്റ് SSD ആണോ, മിനിയോ ആണോ, EBS ആണോ, എന്താണോ എന്നുള്ളത്. അതേപോലെ അത് റിക്വസ്റ്റ് ചെയ്യുന്ന സൈസ് 10 GB ഒരു സൈസാണ് ഇവിടെ റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇത് മൗണ്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന വോളിയം എന്ന് പറയുന്നത് 10 GB ഒരു വോളിയം ആയിരിക്കും. അടുത്തത് RBAC ആണ്. RBAC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ ഒരു Kubernetes ക്ലസ്റ്റർ യൂസ് ചെയ്യുന്നത് നമ്മൾ അഡ്മിൻസ് മാത്രമായിരിക്കില്ല. നമ്മുടെ ക്ലസ്റ്ററിൽ ആർക്ക് ആക്സസ് ചെയ്യും, ഡെവലപ്പേഴ്സ് കാണും, അല്ലെങ്കിൽ സെക്യൂരിറ്റി ഓഡിറ്റേഴ്സ് കാണും, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് കാണും. അപ്പോൾ ഇവർക്കൊക്കെ എല്ലാവർക്കും അഡ്മിൻ ആക്സസ് കൊടുക്കുക എന്ന് പറയുന്നത് ബെസ്റ്റ് പ്രാക്ടീസ് അല്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സസുകൾ കൺട്രോൾ ചെയ്യും. നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് യൂസേഴ്സാണ് നമുക്ക് വരുന്നത്. ഒന്ന് ബോട്ട് യൂസേഴ്സും പിന്നെ ഒന്ന് ഹ്യൂമൻ യൂസേഴ്സും. ബോട്ട് യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഒരു റിസോഴ്സ് ആക്സസ് ചെയ്യാൻ വേറൊരു Kubernetes കമാൻഡിനെ ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു റിസോഴ്സിനെ ആക്സസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനെ അസൈൻ ചെയ്യുന്ന, ഇപ്പോൾ നിങ്ങൾ AWSൽ റോൾസ് ഫെമിലിയർ ആണെങ്കിൽ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്, സർവീസ് അക്കൗണ്ടിൽ വരുന്നത്. അപ്പോൾ ഈ പറയുന്ന സർവീസ് അക്കൗണ്ട് ഒരു ആപ്ലിക്കേഷൻ്റെ ബിഹാഫായിട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഓതന്റിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഹ്യൂമൻ ആയിട്ടുള്ള ആൾക്ക് നമ്മൾ മെയിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന 2 ടൈപ്പ് റോൾസ് വരുന്നുണ്ട്, റോളും ക്ലസ്റ്റർ റോളും. റോൾ എന്ന് പറയുന്നത് ബേസിക്കലി നെയിം സ്പേസ്ഡ് സ്കോപ്പിലാണ് വരുന്നത്. ക്ലസ്റ്റർ റോൾ എന്ന് പറയുമ്പോൾ എൻ്റെ ക്ലസ്റ്റർ വൈഡിലാണ് വരുന്നത്. ഇനി അടുത്ത റോൾ ബൈൻഡിങ്ങും ക്ലസ്റ്റർ റോൾ ബൈൻഡിങ്ങും. അതായത് നമ്മൾ എങ്ങനെയാണ് ഇവിടെ ആക്സസുകൾ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. ആ ഗ്രൂപ്പിലേക്ക് ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഡെവലപ്പർ ഉണ്ട്, ഡെവലപ്പർ A ഉണ്ട്, ഡെവലപ്പർ B ഉണ്ട്. ഈ പറയുന്ന 2 പേർക്കും ഒരേ ആക്സസ് തന്നെയാണ് കൊടുക്കേണ്ടത്. എന്ത് ചെയ്യണം, അവർക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റണം, ഗെറ്റ് ചെയ്യാൻ പറ്റണം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും സ്പെസിഫിക്കലി ഞാൻ ഓരോ പെർമിഷൻ വെച്ച് അസൈൻ ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഇവർ ആഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിൻ്റെ പെർമിഷൻ കിട്ടും. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഞാൻ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോള് ക്രിയേറ്റ് ചെയ്യും. ആ റോളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും എന്തൊക്കെ ചെയ്യണം. ഇന്ന കോഡിൽ എന്ത് ചെയ്യാൻ പറ്റണം, ഗെറ്റ് ചെയ്യാൻ പറ്റണം, ലിസ്റ്റ് ചെയ്യാൻ പറ്റണം, വാച്ച് ചെയ്യാൻ പറ്റണം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. എന്നിട്ട് ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ റോൾ ബൈൻഡിങ് ഉപയോഗിച്ചിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസറിനെ ഈ പറയുന്ന പർട്ടിക്കുലർ റോളിലേക്ക് ബൈൻഡ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് റോൾ ബൈൻഡിങ് എന്ന് പറയുന്നത്. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ക്ലസ്റ്റർ റോൾ ബൈൻഡിങ്ങിനും വരുന്നത്. ഇവിടെ റോൾ ബൈൻഡിങ് നെയിം സ്പേസ് ലെവലിലാണെങ്കിൽ ക്ലസ്റ്റർ റോൾ എന്ന് പറയുന്നത് ക്ലസ്റ്റർ വൈഡ് ലെവലിലായിരിക്കും. എപ്പോഴും ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് പെർമിഷൻ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇനി അടുത്ത ക്യൂബർനെറ്റീസുകളെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് പല രീതിയിൽ ക്യൂബർനെറ്റീസ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബെയർ മെറ്റൽ സെർവേഴ്സിൽ നമ്മൾ ക്യൂബർനെറ്റീസിനെ ഡിപ്ലോയ് ചെയ്യുന്നത് നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ക്യൂബർനെറ്റീസ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ക്യൂബേഡിയം എന്ന് പറയുന്ന ക്യൂബേഡിയമാണ് CNCF അല്ലെങ്കിൽ ക്യൂബർനെറ്റീസ് കമ്മ്യൂണിറ്റി പ്രിഫർ ചെയ്യുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ടൂള്. അപ്പോൾ ക്യൂബേഡിയം വെച്ചിട്ട് നമുക്ക് ക്യൂബർനെറ്റീസ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയെല്ലാം ക്ലസ്റ്റർ നമ്മൾ മാനുവലി നമ്മൾ തന്നെയാണ് എൻഡ് ടു എൻഡ് ഹാൻഡിൽ ചെയ്യുന്നത്. പറയുന്ന പോലെ കൺട്രോൾ പ്ലെയിൻ ആയാലും ശരി, വർക്കർ ഇതായാലും ശരി, എല്ലാം നമ്മൾ തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ഇനി ഇതേ ക്യൂബർനെറ്റീസ് നമ്മൾ ക്ലൗഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ് EKS, GKE, AKS, VKE, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് മാനേജർ ആയിട്ടുള്ള കുറേ ക്യൂബർനെറ്റീസുകളെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവിടെ എന്താണ് ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൺട്രോൾ പ്ലെയിൻ അവർ ഹാൻഡിൽ ചെയ്യും. അതായത് ഏത് ക്ലൗഡ് വെണ്ടറാണോ നമുക്ക് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അവർ ഇതിൻ്റെ കൺട്രോൾ പ്ലെയിൻ ഹാൻഡിൽ ചെയ്യും. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി, നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹെൽത്തും അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതും അതിലോടുന്ന വർക്കർ നോഡുകളുടെ ഹെൽത്തും മാത്രം നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മതി. ബാക്കിയെല്ലാം തന്നെ ആര് ഹാൻഡിൽ ചെയ്തോളൂ, ക്യൂബർനെറ്റീസ് ഹാൻഡിൽ ചെയ്തോളൂ. അതിനെയാണ് നമ്മൾ മാനേജ്ഡ് ക്യൂബർനെറ്റീസ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇനി ക്ലൗഡിലുള്ള ക്യൂബർനെറ്റീസ് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് ക്ലൗഡിൻ്റെ ബാക്കി സർവീസുമായിട്ട് ഇൻറ്റിഗ്രേറ്റഡ് ആണ്. ഇപ്പോൾ നമുക്കൊരു ലോഡ് ബാലൻസ് വേണമെങ്കിൽ ക്ലൗഡിൻ്റെ തന്നെ ലോഡ് ബാലൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ സ്റ്റോറേജ് വരുമ്പോൾ ക്ലൗഡ് സ്റ്റോറേജുകൾ EBS ആണെങ്കിലും EFS ആണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് ഹോസ്റ്റഡ് ക്യൂബർനെറ്റീസ് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്ലസ്റ്ററിൻ്റെ
HCD ബാക്കപ്പ്, അതിലേക്ക് വരുന്ന നെറ്റ്വർക്കിംഗ് എല്ലാം തന്നെ നമ്മൾ ഫ്രം ദി സ്ക്രാച്ച് തൊട്ട് ഹാൻഡിൽ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഒരു Kubernetes ക്ലസ്റ്റർ ഓടിക്കണം. ആ Kubernetes ക്ലസ്റ്റർ കുറച്ച് എന്താ പറയുക ഫിനാൻഷ്യൽ സെക്ടറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നിങ്ങൾക്ക് ഓടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു Kubernetes വേർഷൻ എന്ന് പറയുന്നത് ഓപ്പൺ ഷിഫ്റ്റ് ആണ്. ഓപ്പൺ ഷിഫ്റ്റ് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം തരും. അത് ഓപ്പൺ ഷിഫ്റ്റ് പോലെ വേറെയും കുറേ ടൂളുകൾ അവൈലബിൾ ആണ്. സ്യൂസൈഡ്, റാഞ്ചർ വേറൊരു എക്സാമ്പിളാണ്. അത് കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഡാഷ്ബോർഡൊക്കെ തരും നിങ്ങൾക്ക് ക്ലസ്റ്റർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി Kubernetes റൺ ചെയ്യുന്ന ഡിഫറെൻറ്റ് പ്രാക്ടീസുകൾ. ഇനി Kubernetesന്റെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, CNCF ആണ് Kubernetes മാനേജ് ചെയ്യുന്നത്. CNCFന്റെ വേറെയും കുറേ അധികം പ്രൊജക്റ്റുകളുണ്ട്. എൻ്റെ സ്ക്രീൻ കാണാമോ? കാണാം. ഓക്കെ, ഇതാണ് CNCFന്റെ ലാൻഡിംഗ് പേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. ഈ പറയുന്ന എല്ലാ പ്രൊജക്റ്റുകളും ഓരോ പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളുകൾ എന്ന് പറയുന്നത് ആർഗോ CD ആണ്. ഹെലം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ എൻ്റെ റിക്വയർമെൻറ്റ് എനിക്ക് ഇതിൽ ടൂളുകൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്നാൽ മതി. ഇതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൊജക്റ്റിന് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. CNCF ഗ്രാജുവേറ്റഡ് പ്രൊജക്റ്റ് ഉണ്ട്, ഇൻക്യുബേഷൻ പ്രൊജക്റ്റ് ഉണ്ട്, സാൻഡ് ബോക്സ് പ്രൊജക്റ്റ് ഉണ്ട്. ഇതിൽ ഗ്രാജുവേറ്റഡ് പ്രൊജക്റ്റ് ആണ് ഈ പറയുന്ന പോലെ നമുക്ക് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പ്രൊജക്റ്റുകൾ. പക്ഷേ മോസ്റ്റ്ലി എല്ലാ ടൂളുകളും തന്നെ സ്റ്റിൽ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെങ്കിൽ പോലും നമുക്ക് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂളുകളുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ CI/CD വേണ്ടിയിട്ട് ആർഗോ CDയും ഫ്ലെക്സും ആണ് റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള പ്രൊജക്ട്സ്. വേറെയും കുറേ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടൂളുകൾ കാണും. ടെക്ടോൺ കാണും, ജെങ്കിൻസ് കാണാൻ പറ്റും. ഇനി ഡാറ്റാബേസിലേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെയാണ് CNCF അല്ലെങ്കിൽ ക്ലൗഡ് നേറ്റീവ് എന്ന് പറയുന്ന സ്പേസിൽ വരുന്ന ടൂളുകൾ. സ്ട്രീമിങ്ങിന് വേണ്ടി വരുന്നത്. ഇനി ഷെഡ്യൂളിംഗ് ഓർക്കസ്ട്രേഷൻ, Kubernetes ഒക്കെ ഷെഡ്യൂളിംഗ് ആൻഡ് ഓർക്കസ്ട്രേഷൻ. ഈ പറയുന്ന ടൂളുകളിൽ ഒന്ന് മാത്രമാണ് Kubernetes. പക്ഷേ ഇതെല്ലാം Kubernetesന്റെ ഒപ്പം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡിഫറെൻറ്റ് വേർഷൻ ഓഫ് Kubernetes കാണണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എന്താ പറയുക പ്രൊവൈഡേഴ്സ് അല്ലെങ്കിൽ അറിയണമെന്നുണ്ടെങ്കിൽ മാനേജറായിട്ടുള്ള ഇതാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവരെല്ലാം തന്നെ മാനേജ്ഡ് Kubernetes പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ Kubernetesന്റെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. ഇതൊക്കെയാണ് സെൽഫ് ഹോസ്റ്റഡ് മാനേജ്ഡ് ക്ലൗഡ് വെൻഡേഴ്സ്. നമുക്ക് അഷ്യൂർ ഉണ്ട്, ആലിബാബ ക്ലൗഡ് ഉണ്ട്, AWS ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇനി എനിക്ക് തോന്നുന്നു ഈ സാറ്റർഡേ ഉള്ള നിങ്ങളുടെ ഹാൻഡ്സ് ഓൺ സെഷനിൽ മെയിനായിട്ട് കവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു Kubernetes ക്ലസ്റ്റർ നിങ്ങളുടെ ലോക്കൽ ഹോസ്റ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ കൂടുതലും ലോക്കൽ ഹോസ്റ്റിൽ പ്രിഫർ ചെയ്യുന്നത് മിനിക്യൂബ് ആണ്, അല്ലെങ്കിൽ കൈൻഡ് ക്ലസ്റ്റേഴ്സ് ആണ്. നിങ്ങൾക്ക് സുഖമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്നതും പ്രൊഡക്ഷൻ ക്ലസ്റ്റർ ഉപയോഗിക്കുന്നത് കമ്പോണൻസ് ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ പറയുന്ന പ്രൊഡക്ഷൻ ക്ലസ്റ്ററിൽ കുറച്ചും കൂടി റിസോഴ്സും ഈ പറയുന്ന യൂട്ടിലൈസേഷൻ നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു മിനി വേർഷൻ തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ഹോസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മിനിക്യൂബ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ഉപയോഗിച്ചിട്ടോ, ഈവൻ ഡോക്കറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് Kubernetes. ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് Kubernetes എന്ന് പറയുന്ന കടലിൽ ജസ്റ്റ് ഒരു ഇൻട്രോ അല്ലെങ്കിൽ 101 സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. നെക്സ്റ്റ് ലാബ് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹാൻഡ്സ് ഓൺ എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു ഡൗട്ട് ഉണ്ട്. ഈ നെയിം സ്പേസ് എന്ന് പറയുമ്പം ഒരു ലോജിക്കൽ സെപ്പറേഷൻ ആണോ? അതേപോലെ തന്നെ ഓക്കെ, ഈ ക്ലസ്റ്റേഴ്സും നോഡ്സും എങ്ങനെയാണ്? ഗ്രൂപ്പ് ഓഫ് നോഡ്സ് ആണോ ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്? ഓക്കെ, ഗ്രൂപ്പ് ഓഫ് നമുക്ക് നോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക്കലി ഒരു ഫിസിക്കൽ സെർവർ ആവാം, അല്ലെങ്കിൽ വെർച്വൽ മെഷീൻസ് ആവാം, ഈവൻ കണ്ടെയ്നേഴ്സ് വരെ ആവാം. ഓക്കെ, ഈവൻ കണ്ടെയ്നേഴ്സ് വരെ ആവാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്
ഇപ്പോൾ കൈൻഡ് പോലുള്ള ഒരു ക്ലസ്റ്റർ ആണ് നിങ്ങൾ റൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വർക്കർ നോഡ് റൺ ചെയ്യുന്നത് ഡോക്കർ ഈ പറയുന്ന കണ്ടെയ്നറിന്റെ ഉള്ളിൽ തന്നെയാണ്. ഓക്കെ, അത് സെർവർലെസ് ആവാം. ഇപ്പോൾ ഫാർഗേറ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വർക്കർ നോഡായിട്ട് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഈ നോഡ് ഗ്രൂപ്പിൽ തന്നെ ഈ പറയുന്ന വർക്കർ നോഡിൽ തന്നെ നമുക്ക് ഒരുപാട് ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻസ് പർട്ടിക്കുലർ ഗ്രൂപ്പുകളിൽ മാത്രം പോയി ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ AWSന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോ സ്കെയിലിംഗ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യില്ലേ ഓരോ ആപ്ലിക്കേഷൻ്റെ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യൂബർനെറ്റീസിന്റെ ഉള്ളിലും നോഡ് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ക്ലസ്റ്റർ എന്ന് പറയുന്നത് ബേസിക്കലി 2 കമ്പോണൻസ് ആണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് കൺട്രോൾ പ്ലെയിനും പിന്നെ ഒന്ന് വർക്കർ നോഡുകളും. ഇത് മൊത്തമായിട്ട് ചെയ്യുന്നതിന് നമ്മൾ ക്ലസ്റ്റർ എന്ന് പറയുന്ന ഒരു ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മൾട്ടിപ്പിൾ ക്ലസ്റ്റർ ആണ് ഉദ്ദേശിക്കുന്നത്, അത് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ക്ലസ്റ്റർ എന്ന് പറയുന്നത് സെയിം ബിഹേവിയറിലുള്ള ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സ് ആണ്. ഓക്കെ മനസ്സിലായി. ഇതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, വേറെ എന്തെങ്കിലും? അതായത് നമ്മൾക്കിപ്പോ ഈ ക്ലസ്റ്ററിൽ ഒരു നോഡ് ഫെയിൽ ആകും അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഓക്കെ, ഫസ്റ്റ് നമ്മൾ ലോഗ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മാനേജർ ക്യൂബർനെറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ വർക്കർ നോഡുകൾ സ്റ്റില് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഒന്ന് സ്റ്റോറേജ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റോറേജ് അൺഅവൈലബിൾ ആവാതിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും സർവീസുകൾ ഡൗൺ ആയി പോവുക. ഇതൊക്കെ കൊണ്ടാണ് നോർമലി പറയുന്ന വർക്ക് നോഡുകൾ അൺഅവൈലബിൾ ആവുന്ന സിറ്റുവേഷൻസ് വരുന്നത്. നമുക്കൊരു ഫ്രീഡം കൂടിയുണ്ട് ഈ പറയുന്ന ക്യൂബർനെറ്റീസിൽ. നമുക്കിപ്പോൾ ഒരു നോഡ് അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോ സ്കെയിലിംഗ് മാനേജർ ക്യൂബർനെറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ ക്യൂബർനെറ്റീസ് തന്നെ ഓട്ടോമാറ്റിക്കലി ആ നോഡിനെ കളഞ്ഞിട്ട് പുതിയ നോഡിനെ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഡീബഗ് ചെയ്യാൻ പോകുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി അതെ, കാരണം ഈ പറയുന്ന വർക്ക് ലോഡ് ഓൾറെഡി എന്ത് ചെയ്യും, വൺസ് നമ്മുടെ വർക്കർ നോഡ് അവൈലബിൾ അല്ല എന്ന് കാണുമ്പോൾ ക്യൂബർനെറ്റീസ് ഓട്ടോമാറ്റിക്കലി റീഷഫിൾ ചെയ്യും. ഇത്ര നമുക്ക് അതിന്റെ സോറി വേറെ നോഡ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാർപെൻറ്റർ പോലുള്ള ടൂളുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നോഡ് അവൈലബിൾ ആയിട്ട് വരികയാണെങ്കിൽ അപ്പം തന്നെ അതെന്ത് ചെയ്യും, പുതിയ നോഡിനെ സ്പിന്നപ്പ് ചെയ്യും, അതിലേക്ക് ലോഡുകൾ ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങും. ഓക്കെ, ഇത് നമ്മളിപ്പം മാനേജ് കുബർനെറ്റീസ് ക്ലസ്റ്റർ അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ മാനുവലി ചെയ്യേണ്ടി വരികയായിരിക്കും അല്ലേ? ചെയ്യണം. എന്തുകൊണ്ടാണ് നോഡ് ഡൗൺ ആയി, അപ്പൊ നമ്മൾ മാനുവലി പുതിയൊരു VM ക്രിയേറ്റ് ചെയ്ത് ആ VMനെ നമ്മുടെ ക്ലസ്റ്ററിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് ജസ്റ്റ് ഒരു ആഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതില് ഈ ഡിപ്ലോയ്മെന്റ് ഫയലിൽ അത് മെൻഷൻ ചെയ്താൽ പോരെ എത്ര റിപ്ലിക്ക സെറ്റ് അറ്റ് എ ടൈം വേണമെന്ന്? അപ്പൊ അത് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ എത്ര കോപ്പി വേണമെന്ന് മാത്രമാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ റൺ ആവുന്നത് ഒരു VM അല്ലെങ്കിൽ ഒരു സെർവറിന്റെ അകത്താണല്ലോ. ആ ഒരു സെർവർ അൺഅവൈലബിൾ ആവുക എന്ന് പറയുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യുന്നത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ കൺട്രോൾ മാനേജേഴ്സ് ആണ്. നമുക്ക് ഡിഫറെന്റ് കൺട്രോൾ മാനേജേഴ്സ് ഉണ്ട്. അതിലൊരു കൺട്രോൾ മാനേജർ നോഡ് കൺട്രോളർ ആണ് ബേസിക്കലി ഈ നോഡ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ക്യൂബ്ലെറ്റിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂബ്ലെറ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ 5 മിനിറ്റ് ആയിട്ട് സാധിച്ചില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ നോഡിലേക്ക് പോയിരിക്കുന്ന എല്ലാ കമ്പോണൻസിനെയും മറ്റുള്ള നോഡുകളിലേക്ക് റീഷഫിൾ ചെയ്ത് തുടങ്ങും. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, ബാക്കി വർക്കർ നോഡുകളിൽ ലോഡ് കൂടുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു മാനേജർ ക്യൂബർനെറ്റീസ് യൂസ് ചെയ്യുന്നെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് പുതിയൊരു VMനെ ക്രിയേറ്റ് ചെയ്യും. അല്ല ഇപ്പോൾ സെൽഫ് ഹോസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാനുവലി അലേർട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയൊരു VMനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് 2 മാസ്റ്റർ നോഡുള്ള ക്ലസ്റ്റർ ഒക്കെ കാണത്തില്ലേ? ഓക്കെ, നമ്മളൊരു മാസ്റ്റർ നോഡ് ക്ലസ്റ്റർ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്ലസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അതിനൊരു കോറം വേണം. എപ്പോഴും ഇങ്ങനെയായിരിക്കും ഡിസൈൻ വരിക, 3 നോഡ് 5 7 അങ്ങനെയായിരിക്കും അതിൻ്റെ ഇത് പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം 2 നോഡുകളാണ് ഉള്ളത്. 2 നോഡുള്ള ഒരു കൺട്രോൾ പ്ലെയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരു നോഡ് ഡൗൺ ആയി കഴിഞ്ഞാൽ മറ്റേ നോഡിന് ഒറ്റയ്ക്ക് റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അതേസമയം അവിടെ ഒരു ലീഡർ സെലക്ഷൻ നടക്കത്തില്ല പ്രോപ്പറായിട്ട്.
അതേസമയം 3 നോഡുള്ള ഒരു കൺട്രോൾ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, പ്രോപ്പറായിട്ട് ഒരു ലീഡർ എലക്ഷൻ നടക്കും. ഇനി ക്വസ്റ്റിലേക്ക് വന്നോളൂ. അപ്പൊ 2 മാസ്റ്റർ നോഡിന്റെ കേസിലല്ലേ പറഞ്ഞേ? 2 മാസ്റ്റർ നോഡ് എന്ന് പറഞ്ഞു വരത്തില്ല, 3 എന്നുള്ള രീതിയിലായിരിക്കും വരിക. നമ്പർ എപ്പോഴും ഒറ്റ വരുന്നത്. അപ്പൊ അതിന്റെ അതായത് ഇപ്പൊ ഒരു പോഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഏത് നോഡിലാണ് ചെയ്യേണ്ടതെന്ന് ലീഡർ ആയിട്ടുള്ള മാസ്റ്റർ നോഡാണോ ഡിസൈഡ് ചെയ്യുന്നത്? അത് ലീഡർ ആയിട്ടുള്ള മാസ്റ്റർ നോഡായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പർട്ടിക്കുലർ VMസിൽ മാത്രം അല്ലെങ്കിൽ വർക്ക് നോഡിൽ മാത്രം ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നോഡ് സെലക്ടർ എന്ന് പറഞ്ഞാൽ നോഡിന് ടാഗ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോഡ് സെലക്ടർ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ടെയിൻ ആൻഡ് ടോളറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് ഉണ്ട് ക്യൂബർനെറ്റീസിന്. അപ്പോൾ അത് ടെയിൻഡ് ആയിട്ടുള്ള ഇതിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ആപ്ലിക്കേഷൻസ് എടുക്കുള്ളൂ. ടെയിൻ ആൻഡ് ടോളറേഷൻ കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് ഒരു 3 നോഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് AB 1 2 3 എന്ന് പറഞ്ഞിട്ട് 3 പോഡുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. നോർമൽ കേസിൽ ഈ പറയുന്ന 3 പോഡുകൾക്കും ABC നോഡുകളിൽ എപ്പോൾ വേണമെങ്കിലും ഡിപ്ലോയ് ആവാം, അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ ഇത്രയും പറഞ്ഞത്. ഈ ടെയിൻ ആൻഡ് ടോളറേഷൻ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന ABC എന്ന് പറയുന്ന നോഡുകൾക്ക് A എന്ന് പറയുന്ന നോഡിന് ഞാൻ ടെയിൻഡ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഈ 1 2 3 എന്ന് പറയുന്ന പോഡുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, A എന്ന് പറയുന്ന നോഡിൽ ഡിപ്ലോയ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന്റെ ടോളറേറ്റ് ചെയ്യുന്ന പോഡുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, A എന്ന് പറയുന്ന നോഡിൽ വന്ന് വീഴാൻ പറ്റുള്ളൂ. സോ ഈ പറയുന്ന 3 പോഡുകൾക്ക് ഓപ്ഷൻ ഉള്ളത് Bയും Cയും ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, 1 എന്ന് പറയുന്ന പോഡിനെ വീണ്ടും ടോളറേഷൻ ആഡ് ചെയ്തു. അപ്പൊ 1ന് എന്ത് ചെയ്യാം, എയിൽ വീഴാൻ പറ്റും. അതുകൂടാതെ നമുക്ക് Bയും Cയും ഉണ്ടല്ലോ, അതിന്റെ അത് അവിടെയും പോയിട്ട് വീഴാൻ പറ്റും. സോ നമ്മുടെ ആക്ച്വൽ പർപ്പസ് നടക്കില്ല. നമ്മുടെ പർപ്പസ് എന്താണ്, 1 എന്ന് പറയുന്ന പോഡ് A എന്ന് പറയുന്ന നോഡിൽ തന്നെ വീഴണം, അല്ലെ? അപ്പൊ നമ്മൾ ഷെഡ്യൂളിംഗ് പ്രിഫറൻസിലേക്ക് പോകും. അവിടെയാണ് പ്രിഫേർഡ് ഡ്യൂറിങ് ഷെഡ്യൂളിംഗ്, പ്രോപ്പർ ആയിട്ടുള്ള അനോട്ടേഷൻ ഓർക്കുന്നില്ല. ഞാനിപ്പത് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നേരെ നോക്കാൻ പറ്റുന്ന ഒരു പേജാണ്, അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ ആണ് kubernetes.io എന്ന് പറയുന്ന പേജ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ടെയിൻ ആൻഡ് ടോളറേഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പർട്ടിക്കുലർലി ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇന്ന ആപ്ലിക്കേഷൻസ് വീഴണം എന്ന് പറയുകയാണെങ്കിൽ, ഇന്ന കോഡ് ഇന്ന ഇതിൽ തന്നെ വീഴണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നോഡ് അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റിക്വേർഡ് ഡ്യൂറിങ് ഷെഡ്യൂളിംഗ്, ഇഗ്നോർ ഡ്യൂറിങ് എക്സിക്യൂഷൻ. ഇതെന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ കോഡ് ഡിപ്ലോയ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെക്ക് ചെയ്യണം, നമ്മൾ പറഞ്ഞിരിക്കുന്ന നോഡ് സെലക്ടറിൽ തന്നെ ഈ പോഡ് വീഴണം എന്നുള്ളത്. അതായത് 1 എന്ന് പറയുന്ന പോഡ് A എന്ന് പറയുന്ന നോഡിൽ വീഴണം. ഇൻ സം ഹൗ എന്ത് ചെയ്യാണ്, നമ്മുടെ നോഡ് അവൈലബിൾ അല്ല, നോഡ് A അവൈലബിൾ അല്ല, ഈ പോഡ് പോയിട്ട് വേറെ ഒരു ആപ്ലിക്കേഷനിൽ വീണു, Bയോ Cയിലോ വീണു. ഓൾറെഡി ഇത് അവിടെ വർക്കിംഗ് ആണല്ലോ. 1 എന്ന് പറയുന്ന പോഡ് എന്ത് ചെയ്യാണ്, Bയിലോ Cയിലോ റണ്ണിങ് ആണ്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് സംഭവിക്കുകയാണ്, നമ്മുടെ നോഡ് A തിരിച്ച് ആക്റ്റീവായി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നോർ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, ആദ്യം ഡിപ്ലോയ് ചെയ്യാൻ നോക്കുമ്പോൾ എന്ത് ചെക്ക് ചെയ്യും, ഡിപ്ലോയ് ചെയ്യാൻ ഈ ഒരു കണ്ടീഷൻ മീറ്റ് ചെയ്താൽ മാത്രമേ ഈ പോഡിന് ഈ നോഡിൽ വന്ന് വീഴാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഇത് ഡിപ്ലോയ് ആയില്ല, അപ്പോൾ ശരിക്കും ഇത് ഇവിടെ കുറച്ചുകൂടി നല്ല അടുത്ത എക്സാമ്പിൾ പറയുന്നത് പ്രിഫേർഡ് ഡ്യൂറിങ് ഷെഡ്യൂളിംഗ്. ഇതൊരു സോഫ്റ്റ് റൂളാണ്, മറ്റേത് കുറച്ചും കൂടി ഹാർഡ് ആയിട്ടുള്ള റൂളാണ്. പ്രിഫേർഡ് ഡ്യൂറിങ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന നോഡ് കിട്ടിയില്ല എങ്കിൽ അതെന്ത് ചെയ്യും, അടുത്ത ഓപ്ഷനിലേക്ക് പോകും. ഇൻ കേസ് അത് അവിടെ പോയി റൺ ചെയ്യുമ്പോഴാണ് പഴയ നോഡ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള നോഡ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, അങ്ങനെ വന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്, ആ നോഡ് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് ഡിലീറ്റ് ആയിട്ട് അവിടെ പോകരുത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇഗ്നോർ ഡ്യൂറിങ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ വേറൊരു യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹൈ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ,
അവൈലബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 3 അവൈലബിലിറ്റി സോണിൽ നമ്മുടെ നോഡ് പ്ലേസ് ചെയ്യണം. ഈ പറയുന്ന ഒരു കോഡ് ഈ പറയുന്ന 3 അവൈലബിലിറ്റി സോണിലും ഡിപ്ലോയ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആന്റി അഫിനിറ്റി പാറ്റേൺ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോഡ് നടത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? പിന്നെ ഒരു ഡൗട്ട് ഉള്ളത്, നമ്മൾ ഈ പ്രൊമത്തിയസ് ഒക്കെ ഇല്ലല്ലോ കളക്ടിങ് ചെയ്യുന്ന, അതൊക്കെ നമ്മൾ ഡീമൺ സെറ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്? അതായത് ഒരു നോഡില് ഒരു പോഡായിട്ട് വീഴുന്ന രീതിയിൽ. അതെ. അപ്പം ഇൻ കേസ് ആ ഒരു പോഡ്, ആ നോഡിലുള്ള പോഡ് എന്താ ഡിലീറ്റ് ആയി പോവാ അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ആ നോഡിലുള്ള ലോഗ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ? അതിന് നമ്മള് ഏജന്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു സ്ക്രീൻ ചെയ്യും നമ്മള്. ഓക്കെ. അതേപോലെ ഈ പോഡ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ PVC ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ മിസ്സാവുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. നമ്മളത് സ്ട്രീം ചെയ്തിട്ട് ഇപ്പോൾ ലോക്ക് വെക്കുകയാണെങ്കിൽ അതിനെ സ്ട്രീം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, S3 ബക്കറ്റിലേക്കൊക്കെ സ്റ്റോർ ചെയ്യും. പക്ഷെ ആ ഡിലീറ്റ് ആയി പോകുന്ന ടൈമിലുള്ള ലോഗ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും? അപ്പം എന്തിന്റെ ആയിരുന്നു? അല്ല, നോഡിന്റെ ലോഗ്സ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ആ ഒരു ടൈമില് പിന്നെ അത് സ്പീഡായി വരുന്ന ആ ടൈമിലുള്ള ലോഗ് നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ? ഇല്ല. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ ഈ സ്റ്റേറ്റ്ഫുൾ സെറ്റിന്റെ കോൺസെപ്റ്റ് ഇല്ലേ? ഒരു സെക്കൻഡ്, ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യോ? ഏതായിരുന്നു? ആ ലാസ്റ്റ് സ്കെയിൽ ചെയ്യുമ്പോൾ ലോഗ് വരില്ല അങ്ങനെ എന്തോ ഒന്ന് ബ്രേക്ക് ആയി പോയിരുന്നു. കോഡ് സ്റ്റാർട്ടപ്പ് ടൈമിലെ കേസ് ആയിരിക്കും പുള്ളി ചോദിച്ചത്. ഇനി നിങ്ങൾക്ക് ബ്രൗസർ ബേസ്ഡ് ആയിട്ട് ക്യൂബർനൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ മെഷീനിൽ സ്പെക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കില്ലർ കോഡ എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഗ്രൂപ്പ് ചാറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക, ജസ്റ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലസ്റ്റർ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും. നമുക്ക് ഈ കൈൻഡിലൊക്കെ മൾട്ടിപ്പിൾ ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ ഈ ഒരു ക്ലസ്റ്ററിൽ ക്രിയേറ്റ് ചെയ്യുന്ന നമുക്ക് പോഡോ അല്ലെങ്കിൽ ഈ സാധനം മറ്റേ ക്ലസ്റ്ററിൽ യൂസ് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ നെറ്റ്വർക്ക് കുറച്ചും കൂടി ഈ പറയുന്ന പോലെ അണ്ടർലൈൻ നെറ്റ്വർക്ക് ലെയറിൽ കുറച്ചും കൂടി കോൺഫിഗറേഷൻസ് ചെയ്യണം. എക്സ്പോസ് ചെയ്തിട്ട് മറ്റേ ക്ലസ്റ്റർ കണക്ട് ചെയ്യാനാ? നിങ്ങൾക്ക് വേറെയും കുറെ ഓപ്ഷൻസ് ഉള്ള K3s എന്ന് പറഞ്ഞിട്ടൊക്കെ കുറച്ച് അവൈലബിൾ. K3s നല്ലൊരു ഓപ്ഷനാണ്, ചെയ്തൊക്കെ നോക്കാൻ. പിന്നെ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ട് സ്റ്റേറ്റ്ഫുൾ സെറ്റ് ആയിട്ട് അതില് നമ്മളിപ്പം എങ്ങനെയാ ഡിപ്ലോയ് ചെയ്യുന്നത്? ഒരെണ്ണത്തിലും ഒരു കോഡ് മാത്രം മാസ്റ്റർ ആയിട്ട്, അതായത് റീഡ് ആൻഡ് റൈറ്റ് ചെയ്യുന്ന രീതിയിൽ ബാക്കി എല്ലാം റീഡ് മാത്രം, അങ്ങനെ ഒരു സെറ്റ് ഇതിലാണ് ഡിപ്ലോയ് ചെയ്യുന്നത്? അത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിരിക്കും. ഇപ്പൊ നമ്മള് ഡാറ്റാബേസ് ഒക്കെ, ഞാനിപ്പോ ലാസ്റ്റ് ഡിപ്ലോയ് ചെയ്ത് ഒരു ഡാറ്റാബേസ്, മറ്റേ പോസ്റ്റ്ഗ്രേസിന്റെ ഒരു ഡാറ്റാബേസ് ഇൻ ക്ലസ്റ്റർ എനിക്ക് ഡിപ്ലോയ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാൻ അതിന്റെ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഹൈ അവൈലബിലിറ്റി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ നോഡും ഒരു വർക്കർ നോഡും എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, രണ്ട് വർക്കർ നോഡും ഒരു മാസ്റ്ററും എന്നുള്ള രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തു. എപ്പോഴും ഒരു കോർ എന്നുള്ള രീതിയിലായിരിക്കും അത് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിപ്ലോയ് ചെയ്യുക. ഹൈ അവൈലബിലിറ്റി സിസ്റ്റമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ. അപ്പൊ ഇതില് വോളിയൂംസ് അറ്റാച്ച് ചെയ്തില്ലേ? അപ്പൊ ഓരോ വോളിയൂംസ് ഐസൊലേറ്റഡ് ആയിട്ട് ആയിരിക്കത്തില്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഇതെങ്ങനെ സിങ്കിങ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അതായത് ഇപ്പം ഒരു റൈറ്റ് മാസ്കിൽ വരുവാണെങ്കിൽ
അത് സ്പെസിഫിക്കലി നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റും. നമുക്ക് അതതിന്റെ ഇപ്പൊ നമ്മൾ ഹെലം വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സിൽ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അത് കുറച്ചും കൂടി ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആണ്. അത് ക്യൂബർനെറ്റീസിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല വരുന്നത്, കുറച്ചും കൂടി ആപ്ലിക്കേഷൻ സ്പെസിഫിക് ആയിട്ടാണ് അതിന്റെ ഇത് വരുന്നത്. പിന്നെ ഈ ഹെഡ്ലെസ് സർവീസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഇല്ലേ, അതൊന്നും ജസ്റ്റ് ഞാൻ ഒരുപാട് ഹെഡ്ലെസ് കൺസെപ്റ്റിൽ വർക്ക് ചെയ്തിട്ടില്ല. കമന്റ് ചെയ്യാൻ മെസ്സേജ് അയച്ചില്ല. ഈ DB ഒക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സർവീസ് വെച്ചിട്ടാണോ? മനസ്സിലായില്ല. ഹലോ, പറഞ്ഞേ. ഈ DB ഒക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഹെഡ്ലെസ് സർവീസ് അതാണോ യൂസ് ചെയ്യുന്നത്? അതെ, അത് ബേസിക്കലി കണക്ഷൻസിന്റെ ഒരു നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് അത്. ഞാൻ അതിൽ കൂടുതൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് ശരിയല്ല. വേറൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. അതായത് നമ്മൾ ഈ ഇതെല്ലാം ആക്ച്വലി എന്തെങ്കിലും ഒരു എന്താ ജെങ്കിൻസ് അതുപോലത്തെ എന്തെങ്കിലും സംഭവം വെച്ചായിരിക്കില്ല ഇതെല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നത്, ലൈക്ക് ഈ ഡിപ്ലോയ്മെന്റ് എല്ലാം. അപ്പൊ അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു പ്രോസസ് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് CI/CD സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കവർ ചെയ്യുന്നുണ്ട്. എന്നാലും ജസ്റ്റ് കവർ ഇതിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻസ് ഡിപ്ലോയ്മെന്റ് CI ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോസ്റ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്ന കൂടുതലും GitHub ആക്ഷൻസ് ആണ്. സോ വൺസ് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ആ ഇമേജ് ECRFOയിൽ സ്റ്റോർ ചെയ്യും. ECRFOയിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം Argo CD-യിൽ ഈ പറയുന്ന പോലെ എൻ്റെ ഡിപ്ലോയ്മെന്റ് വാല്യൂ ഫയലിൽ ഇമേജ് ടാഗ് ഓട്ടോമാറ്റിക്കലി എൻ്റെ CI പൈപ്പ് ലൈൻ അപ്ഡേറ്റ് ചെയ്യും. വൺസ് ഈ പറയുന്ന ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ, വാല്യൂ ഫയലിൽ മോഡിഫിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ, എൻ്റെ Argo CD ആ എന്ത് ഇമേജ് ചേഞ്ച് ആണോ സംഭവിച്ചത് ആ ഇമേജ് ചേഞ്ചിന് അനുസരിച്ച് പുതിയ ഇമേജ് ടാഗ് പുള്ള് ചെയ്തിട്ട് ക്ലസ്റ്ററിൽ അപ്ഡേറ്റ് ചെയ്യും. സോ ഇങ്ങനെയായിരിക്കും ഒരു CI/CD ബേസ് ലൈനിൽ ക്ലസ്റ്ററിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത്. ജെങ്കിൻസ് എല്ലാവർക്കും മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. ജെങ്കിൻസ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ക്ലൗഡ് നേറ്റീവ് എൻവയോൺമെന്റിൽ നമ്മൾ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ക്ലൗഡ് നേറ്റീവ് സപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ജെങ്കിൻ സെർവർ ആകുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒരു സെർവർ റൺ ചെയ്യണ്ടേ, അതിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ മാനേജ് ചെയ്യണ്ടേ. അതുകൊണ്ട് ആർഗോ അപ്പം നമ്മൾ ക്ലസ്റ്ററിൽ തന്നെ ഡിപ്ലോയ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. ആർഗോ നമുക്ക് ക്ലസ്റ്ററിനുള്ളിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇപ്പൊ ക്ലസ്റ്ററിനകത്ത് ഡിപ്ലോയ് ചെയ്യണമെന്നില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ AWSന്റെ കുബർനെറ്റീസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് AWS കേപ്പബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞായിരുന്നല്ലോ ഇമേജ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം. കേട്ടില്ല. വാല്യൂസ് അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇമേജ് ക്രിയേറ്റ് ആയതിനു ശേഷം PCR-ല്. അത് നമുക്ക് മാനുവലി ആണോ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ഞാൻ അതിന് നമ്മൾ CI എഴുതുമ്പോൾ അതിലൊരു ജോബായിട്ട് നമ്മൾ എഴുതും, പിന്നെ ഫയൽ മോഡിഫൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഇത് കൂടാതെ Argo CD-ക്ക് തന്നെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ക്രെഡൻഷ്യൽസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ വാൾട്ട് ഒക്കെ യൂസ് ചെയ്യത്തില്ലേ സീക്രട്സിന് പകരമായിട്ട്? അപ്പൊ അത് നമ്മളെങ്ങനെ ക്ലസ്റ്ററിൽ തന്നെയാണോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? HashiCorp വാൾട്ട് അല്ലേ ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒന്ന് ഈ പറയുന്ന പോലത്തെ ESO എന്ന് പറയുന്നത്
എക്സ്റ്റേണൽ സീക്രട്ട് ഓപ്പറേറ്ററും പിന്നെ വേറൊരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. സീൽഡ് സീക്രട്ടാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ സീക്രട്ട് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് ക്ലൗഡിൽ നമ്മുടെ AWS സീക്രട്ട് മാനേജർ അല്ലെങ്കിൽ അഷ്യൂറിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു ഓപ്പറേറ്റർ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ വാല്യൂ എവിടെ പോയിട്ട് എടുത്തിട്ട് വരും, സീക്രട്ട് മാനേജറിൽ പോയിട്ട് ഫെച്ച് ചെയ്തിട്ട് വരും. അപ്പോൾ നമ്മളായിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് സെർവർ ഓടിക്കുന്നതിനെക്കാട്ടി നല്ല ഈ പറഞ്ഞ പോലെ വെൻഡർ സപ്പോർട്ടഡ് ആയിട്ടുള്ള അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അതിലേക്ക് യൂസ് ചെയ്താണ് കുറച്ചും കൂടി മാനേജ്മെന്റ് ഈസിയാണ്. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു റാപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അഭിജിത്ത് എന്താ സ്റ്റേറ്റ്ലെസ് ആപ്ലിക്കേഷൻ അങ്ങനെ എന്തോ ചോദിച്ചു വന്നായിരുന്നോ? ഞാൻ ഇന്ററപ്റ്റ് ചെയ്ത പോലെ തോന്നി. അല്ല, അത് ചോദിച്ചായിരുന്നു. ഓക്കെ, ഞാൻ ഫീഡ്ബാക്ക് ഫോം ഒന്ന് ഷെയർ ചെയ്യാം നമ്മളെ ചാറ്റിൽ. അപ്പോൾ അതെല്ലാവരും ഫില്ല് ചെയ്യാം. നമ്മളെ നെക്സ്റ്റ് സെഷൻ കണ്ടെയ്നറൈസ്ഡ് ആപ്ലിക്കേഷൻ ഡിപ്ലോയ്മെൻറ്റ് ഇൻ ടു ക്ലസ്റ്ററാണ്. അപ്പോൾ എബിൻ ലാസ്റ്റ് മെൻഷൻ ചെയ്ത പോലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹാൻഡ്സ് ഓൺ സെഷൻ. സാറ്റർഡേ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് താങ്ക്സ് ടു എബിൻ അലോട്ട്. കുറേ ഡൗട്ട്സ് എടുത്തു. സെഷനും അടിപൊളിയായിരുന്നു. ഓൾ റൈറ്റ്, താങ്ക് യു ഗൈസ്. ഇവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവരാണോ? ഓക്കെ, ഓൾ റൈറ്റ്. എബിൻ, താങ്ക് യു. Thank you all. Good night. Let's meet in the next session. Okay.